കണ്ടറിൽ വരും. വിചാരിക്ക് പെണ്ണിന് ആണിന്റെ പകുതി പെണ്ണിന്. ഇവിടെ ആൺ അനന്തരെടുക്കൂല, പെണ്ണ് മാത്രം അനന്തരെടുക്കുന്ന വിഷയങ്ങൾ, ആണിന്റെ ഇരട്ടി പെണ്ണ് അനന്തരമെടുക്കുന്ന 6ഓളം സ്ഥലങ്ങൾ, ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ, എത്രയോ അനന്തരാവകാശ നിയമങ്ങൾ വലിയൊരു അത്ഭുതമാണ്. അത് അല്ലാഹു തആല വെച്ചിരിക്കുകയാണ്. എന്തിന്? കാലശേഷം തർക്കം വരാതിരിക്കാൻ. കാരണം ഇതിനെപ്പറ്റിയല്ലേ ആകെ പ്രശ്നങ്ങൾ ഉണ്ടാവുന്നത്. എന്നിട്ട് പറയുന്നു, ഇന്നഹു, തീർച്ചയായും മനസ്സിലാക്കുക, ആണുങ്ങളും പെണ്ണുങ്ങളും മനസ്സിലാക്കുക, വാപ്പമാര് മനസ്സിലാക്കുക, വല്യാപ്പ വല്യമ്മമാര് മനസ്സിലാക്കുക. ലാ വസിയ്യത ലിവാരിസിൻ, ലാ വസിയ്യത ലാ തജൂസു ലാ വസിയ്യത ലിവാരിസിൻ വലാ തജൂസു വസിയ്യത്തുൻ ഫീ അക്സറ മിൻ സുലുസ്. അനന്തരമെടുക്കാൻ പോകുന്ന ഒരാൾക്ക് പിന്നെ വസിയത്ത് ചെയ്തു വെക്കരുത്. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്റെ മരണശേഷം ഇത്ര 5 മക്കളുണ്ട്, വാപ്പ എഴുതി വെക്കുകയാണ്, ഈ മക്കൾക്ക് വാപ്പാന്റെ സ്വത്ത് അനന്തരം കിട്ടുന്ന സ്വത്താണ്, അതുകൊണ്ട് വാപ്പാക്ക് ഇനി വസിയത്ത് ചെയ്യാൻ പറ്റൂല. വസിയത്ത് പറ്റൂലപ്പോ മരണത്തിന്റെ മുമ്പ് വസിയത്ത് ചെയ്യാൻ, എന്റെ ഇതിൽ നിന്ന് ഇത്ര പള്ളിക്കാണ്, ഇത്ര മദ്രസക്കാണ് എന്നല്ലാതെ എന്റെ കാലശേഷം എന്റെ ഈ മകൻ ഇത്രയാണ്, ഈ മകൻ ഇത്രയാണ്, കാലശേഷത്തിന്റെ പറ്റൂല. ആ വസിയത്ത് പാടില്ല. ജീവിതകാലത്ത് വാപ്പാക്ക് വസിയത്ത് ചെയ്യാം. വാപ്പ പറഞ്ഞു, വാപ്പാന്റെ ഇഷ്ടമാണ്, അങ്ങനെ ഒരു വാപ്പും ചെയ്തേക്കരുത്. ഒരു വാപ്പാക്ക് തോന്നുകയാണ് എന്റെ സമ്പത്തെല്ലാം ഇപ്പം കൊണ്ടുപോയിക്കോട്ടെ, മൂത്ത മകൻ അവൻ എന്നെ നോക്കിയതെന്ന് പറഞ്ഞു കൊടുത്തു വിചാരിക്കുക, മക്കൾക്കൊന്നും ചെയ്യാൻ പറ്റൂല. നിയമം പക്ഷെ ആരും അങ്ങനെ ചില്ലാത്ത വിളിമു, നിങ്ങൾ മക്കൾ അക്രമം ചെയ്യരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത് ഹഖായിട്ട് വീതിച്ചെടുക്കണം. അപ്പൊ മുമ്പ് വസിയത്തുണ്ട്. ഒരാൾ 2 രാത്രി കടന്നുറങ്ങുമ്പോൾ അവന്റെ തലയണക്ക് താഴെ വസിയത്ത് എഴുതി വെക്കാതെ കിടക്കരുതെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞാൽ, എന്റെ കാലശേഷം ഇങ്ങനെയൊക്കെയാണ് സ്വത്ത് ഓഹരി വെക്കേണ്ടത്, എന്ത് ചെയ്യണമെന്നൊക്കെ അത് വസിയത്ത് ചെയ്യണമെന്നാണ്. പക്ഷേ ആയത്തുൽ മീറാത്ത്, അനന്തരാവകാശ നിയമം ഇറങ്ങിയതിന്റെ ശേഷം ആ നിയമം അബ്രോഗേറ്റഡ് ആയി എന്നാണ്. അത് നൾ ആൻഡ് വോയിഡ്, ഇനി പ്രാബല്യത്തിലില്ല. വസിയത്തിന് ചെയ്യേണ്ട ആവശ്യമില്ല. വസിയത്ത് മക്കളുടെ അനന്തര സ്വത്തിനെ സംബന്ധിച്ച് വസിയത്ത് വേണ്ട. അത് അള്ളാഹുവിന്റെ കിതാബ്, അള്ളാഹിന്റെ ഖുർആൻ പറഞ്ഞു. അങ്ങനെയാണ്. പക്ഷെ അനന്തര സ്വത്ത് എനിക്ക് ഇത്ര കിട്ടും, അല്ലെങ്കിൽ ആകെ 20 സെന്റാ ഉള്ളത്, അതിൽ ഒരാണൊരു പെണ്ണ് അമ്മാക്കും വാപ്പാക്കുള്ളത്, പെണ്ണ് 5 സെന്റ് എടുത്തു, അല്ലെങ്കിൽ 20 സെന്റാണ് പെണ്ണിന്. എങ്ങനെ ആണിന്റെ അത് കിട്ടൂല അല്ലേ? ആണിന് 10 ആണെങ്കിൽ ഇവൾക്ക് 5 ഉണ്ടാവുള്ളൂ. ആകെ 15 സെന്റാണ്. 5 പെണ്ണിന് 10 ആണിന്. ഇതിൽ പെണ്ണുങ്ങൾ ഇറങ്ങാറാവരുത്. നിങ്ങൾക്ക് കിട്ടുന്ന 5 നിങ്ങൾക്ക് മാത്രമുള്ളതാ. ഭർത്താവ്, നിങ്ങളുടെ ആങ്ങളൊക്കെ കിട്ടുന്ന ആ 10 അതിൽ ഭർത്താവിന് ഭാര്യയെ നോക്കണം, അവന്റെ കുട്ടികളെ നോക്കണം, ഉമ്മാനെ വാപ്പാനെ ആശ്രിതരെ നോക്കണം. ഇതൊക്കെ ഭർത്താവിന്റെ ബാധ്യതയാണ്. പെണ്ണിന് നിങ്ങളുടേത് നിങ്ങൾക്കാണ്, നിങ്ങൾ കൊടുക്കേണ്ട. നിങ്ങളുടെ ഇഷ്ടം എന്തെങ്കിലും കൊടുത്തോ, പക്ഷെ അത് നിങ്ങൾക്ക് അവകാശപ്പെട്ടതാണ്. ബാക്കി അതല്ല, കൊടുക്കാനുള്ളതാണ്. ഓലെ വീട് വെക്കണം, കുട്ടികളെ നോക്കണം, മക്കളെ കെട്ടിക്കണം, ഇതൊക്കെയാണ് നോക്കാം. അതുകൊണ്ടാണ് പല വിഷയങ്ങളിലും പെണ്ണിന്റെ ഇരട്ടിയാണ് ആണിനെന്ന് പറയാൻ കാരണം. ആ ആണിനെ ഇരട്ടി കൊടുത്തിട്ടും കാര്യമില്ല, ഇതിലൊന്നും ആണിന്റെ കയ്യിൽ ബാക്കി ഉണ്ടാവില്ല. അതൊക്കെ കൊടുത്തു തീർക്കാനേ ഉണ്ടാവുള്ളൂ. സുബ്ഹാനല്ലാഹ്. പക്ഷേ ഒരു പെണ്ണ് പറയാണ്, എനിക്ക് വേണ്ട, കാക്കെടുത്തോളൂ എന്റെ ഓഹരിയൊക്കെ, അൽഹംദുലില്ലാ. അല്ലെങ്കിൽ കാക്ക പറഞ്ഞു, എനിക്കൊന്നും വേണ്ട, എനിക്ക് അൽഹംദുലില്ലാ, ഞാൻ ഉണ്ടാക്കിയത് നീ എടുത്തോ, അൽഹംദുലില്ലാ. അങ്ങനെയൊക്കെ ചെയ്യാം, തനാസുൽ ചെയ്യാം, വേണ്ടെന്ന് പറഞ്ഞ് ഒഴിവാക്കി കൊടുക്കാം. പക്ഷേ മരിച്ചു കഴിഞ്ഞതിന് ശേഷം ഇങ്ങനെ ഓരോരുത്തരിങ്ങനെ പൊങ്ങും, ആ 2 ഏക്കർ എനിക്ക് തരണമെന്ന് ഉമ്മ അന്ന് പറഞ്ഞിട്ട് ആ മൂച്ചിനോട്ടിലിരിക്കുമ്പോ ആരും കണ്ടിട്ട് ഒരു കാക്കല്ലാതോ ഒരു പ്രാവോ ഗുരുവല്ലാതെ ആരും കേട്ടിട്ടുണ്ടാവില്ല. ഇവൻ പറയണം, അന്ന് വല്യമ്മ പറഞ്ഞിരുന്നല്ലോ, ഇതൊന്നും പറഞ്ഞു വരാൻ നിൽക്കരുത്, ഇതൊക്കെ പിശാച്ചാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ നീ മിണ്ടണ്ട, ഫിത്തനുണ്ടാവും. അതിനേക്കാളൊക്കെ ഖൈറ് നിനക്ക് ഹക്കായത് നീ വാങ്ങിച്ചു പോകലാണ്. ലാ വസിയ്യത്തു ലിവാരിസിൻ, എന്നൊക്കെ ആകെ അനന്തര സ്വത്തല്ലേ. വല്യമ്മ കടന്നുറങ്ങുമ്പോ രാവിലെ നീച്ചു നോക്കുമ്പോ അള്ളാൻ വല്യമ്മ കുറെ മഷി പടച്ചോനെ മക്കളെ, വല്യമ്മാന്റെ കൈമ എങ്ങനെ മഷിയായത്? മുദ്രകടലാസിൽ ഒപ്പ് വീണാൽ മതി എന്ന മനുഷ്യന്മാരുടെ വിചാരം, അള്ളാന്റെ അടുത്ത് രക്ഷപ്പെടാനേ. ഹക്കും പാത്തിലൊന്നും വിഷയമല്ല. ഉമ്മാനെ വല്യമ്മാനൊക്കെ ഇങ്ങനെ സോപ്പടിച്ചിട്ട് കൈക്കലാക്കുക. മരിച്ചു നോക്കുമ്പോ പറിച്ചു തമ്പുരാനെ റിക്കാർഡൊക്കെ മറ്റവന്റെ പേരിലാക്കിയിട്ടുണ്ട്. ഇതൊക്കെ ഹറാമാണ്. ഇതൊന്നും മറ്റുള്ളവർക്ക് ഹക്കായി കിട്ടേണ്ട, അനന്തരം കിട്ടേണ്ട സ്വത്തിൽ നിന്ന് പിടിച്ചു പറിക്കുന്നതിന് തുല്യമാണ്. വഞ്ചന ചെയ്യരുത്. ലൈസ മിന്നാ മൻ ഗശന, വഞ്ചിക്കുന്നവരൊന്നും മുസ്ലിമാന്ന് പറഞ്ഞ് നടക്കണ്ടെന്നാണ് പറഞ്ഞതിനർത്ഥം. സുബ്ഹാനല്ലാഹ്. ലാ വസിയ്യത്തു ലിവാരിസിൻ, ലാ വസിയ്യത്തു ലിവാരിസിൻ വലാ തജൂസു വസിയ്യത്തുൻ ഫീ അക്സറ മിൻ സുലുസിൻ. സമ്പത്തിന്റെ 1/3 കൂടുതൽ വസിയ്യത്ത് ചെയ്യാനും പാടില്ല. എന്ന് പറഞ്ഞാൽ വാപ്പാക്ക് ആകെ 20 സെന്റാ ഉള്ളത്, അത് 4 മക്കൾക്ക് ഓരിച്ചെടുക്കാനുള്ളതാ. വാപ്പ വല്ല വസിയത്ത് ചെയ്തെടുത്തു, ഞാൻ മരിച്ചാൽ
എന്റെ മക്കൾ ഒരൊറ്റ നിന്നെ നോക്കിയിട്ടില്ല, അതുകൊണ്ട് ഇവർക്ക് നയാ പൈസ കൊടുക്കരുത്, ഈ 20 സെന്റ് പള്ളി കൊടുത്തേക്കണമെന്ന്. വസിയത്ത് എഴുതി വെക്കാം, പക്ഷെ നടപ്പാക്കുന്നത് 1/3 നടപ്പാവുള്ളൂ, 20-ൽ 5 സെന്റ് പള്ളി കൊടുക്കാൻ പറ്റുള്ളൂ എന്നാ. 3/1 ഇല്ല സുലുസിൻ, 3/1 എത്ര 7 എത്ര എത്ര കൊടുക്കും? 15 സെന്റാണെങ്കിൽ 5 സെന്റ് കൊടുക്കുള്ളൂ എന്നർത്ഥം വസിയത്ത്. മരണശേഷം സമ്പത്ത് മൊത്തം കൊടുത്തു എന്ന് എഴുതിച്ചിട്ട് കാര്യമില്ല. അനന്തരാവകാശികൾക്ക് കിട്ടാനുള്ളത് കഴിച്ച, അതായത് 3/1 ബാക്കി അനന്തരാവകാശികൾക്ക് എടുക്കാനുള്ളതാണ്. സുബ്ഹാനല്ലാഹ്. പിന്നെ പറഞ്ഞു വൽ വലദുൽ ഫിറാഷ് വലിൽ ആഹിരി അൽ ഹജർ. കുട്ടി ആരുടേതാണോ ബെഡ്, ആരുടേതാണോ വിരിപ്പ്, ആരുടേതാണോ ഭാര്യ, ആ ഭാര്യയ്ക്ക് ജനിക്കുന്ന വ്യഭിചാരത്തിന്റെ കുട്ടിയാണെങ്കിൽ പോലും ആ കുട്ടിയുടെ രക്ഷിതാവ് അവളുടെ ഭർത്താവാണ്. അൽ വലദുൽ ഫിറാഷ്, ആരുടേതാണോ ഫിറാഷ് എന്ന് പറഞ്ഞാൽ ആരുടേതാണോ ഭാര്യ, ആ ഭർത്താവിനാണ് കുട്ടി. വലിൽ ആഹിരി അൽ ഹജറു, വ്യഭിചരിച്ച മനുഷ്യന് കല്ലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വ്യഭിചരിച്ചതാണ്, അവനെ കല്ലെടുത്ത് എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാണ് അവൻ. അവന്റെ കുട്ടിയാണെന്നറിയാം, DNA ടെസ്റ്റ് നടത്തേണ്ട ആവശ്യമില്ല, മുഖത്തോക്ക് തന്നെ മനസ്സിലാകുന്നുണ്ടെന്ന് വിചാരിക്കുക. പക്ഷേ അവന്റെ കുട്ടിയാണെന്ന് പറയാൻ പാടില്ല. കല്യാണം കഴിച്ച മനുഷ്യനാണ്, ഇവന്റെ ഭാര്യയാണ് ചെയ്തിട്ടുള്ളത്. ആ കുട്ടി, ഈ ഭർത്താവാണ് ആ കുട്ടിയുടെ സംരക്ഷണം ഏറ്റെടുക്കേണ്ടത്. അവൻ വ്യഭിചാരിയാണ്, അവൻ എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാണ്. വലിൽ ആഹിരി അൽ ഹജർ, കുട്ടി ആരുടേതാണോ വിരിപ്പ് എന്ന് പറഞ്ഞാൽ ആരുടെ അധികാരത്തിലാണോ കസ്റ്റഡിയിലാണോ ഭാര്യയുള്ളത് എന്ന് പറഞ്ഞാൽ ആരുടെ ഭാര്യയാണോ ആ ഭർത്താവിനാണ് കുട്ടി. വ്യഭിചരിച്ച കുട്ടിയാണെങ്കിൽ പോലും, വ്യഭിചാരത്തെ ജനിച്ച കുട്ടിയാണ്. പക്ഷെ രക്ഷിതാവ്, അത് ഇസ്ലാമിന്റെ ഒരു സോഷ്യൽ റൂളിംഗ് ആണ്. മക്കളില്ലാത്ത, സംരക്ഷകരില്ലാത്ത, രക്ഷിതാവില്ലാത്ത ഒരു കുട്ടി ഒരു സമൂഹത്തിൽ ഉണ്ടാകരുത്. അതാണ് വലത് സിന, വ്യഭിചാരത്തിന്റെ മക്കളൊക്കെ വർദ്ധിക്കുന്നത് അല്ലാഹു തആല ഖിയാമം അടുത്തെത്തിയെന്ന് വിളിച്ചറിയിക്കുന്ന അടയാളങ്ങളാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഈ അഡോപ്ഷൻ സെന്ററുകളൊക്കെ അങ്ങനെയാണ്. അഡോപ്ഷൻ സെന്ററിൽ നിന്ന് കുട്ടികളെ അഡോപ്റ്റ് ചെയ്യുന്ന വിഷയങ്ങളൊക്കെ മുസ്ലിം ആൾക്കാരൊക്കെ ഇഷ്ടംപോലെ ചെയ്യുന്നുണ്ട്. എത്രയോ നമ്മുടെ നാട്ടിലൊക്കെ എന്റെ കൂടെ നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരുപാട് അങ്ങനെയാണ്. ബ്രിട്ടീഷുകാരായ ആൾക്കാരൊക്കെ ഒരുപാട് ആൾക്കാർ അഡോപ്റ്റ്, അവര് മക്കൾ പ്രസവിക്കേണ്ട ആവശ്യമില്ല, കുട്ടികളെ കിട്ടും. ഏതായ കുട്ടികളൊക്കെ കണ്ടവന് പ്രസവിച്ച മക്കൾ, എങ്ങനെ അധികം വ്യഭിചാരത്തിന്റെ മക്കൾ ഇത് വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. അഡോപ്ഷൻ സെന്ററിലൊക്കെ അങ്ങനെ അധികം മരിച്ച കേസുകളുണ്ടാവും. പക്ഷേ വ്യഭിചാരത്തിൽ ജനിച്ചതാ, പിന്നെ അഡ്രസ്സിൽ അവിടെ ഇട്ടേച്ചു പോവാണ്. അങ്ങനെയൊക്കെ കണ്ടവരെ നോക്കി വളർത്തുന്നത്. പക്ഷെ വ്യഭിചാരത്തിൽ ഭാര്യയ്ക്ക് ജനിച്ചതാണെങ്കിൽ ആ ഭർത്താവാണ് ഈ കുട്ടിയുടെ രക്ഷിതാവ്. അതിന്റെ കൂലി അള്ളാഹു ഭർത്താവിന് കൊടുക്കും. പക്ഷേ വ്യഭിചരിച്ചവൻ അവൻ കുറ്റക്കാരനാണ്, അവന്റെ കുട്ടിയാണത് ശരിക്കും ലിറ്ററലി. പക്ഷേ വലിൽ ആഹിരി അൽ ഹജർ, അവന് കല്ലാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എറിഞ്ഞു കൊല്ലപ്പെടേണ്ടവനാണ് അവൻ എന്നാണ് ഇതിനർത്ഥം. യാ അല്ലാഹ്. അവസാനത്തെ വിഷയം പറയാൻ, വാപ്പയെ സംബന്ധിച്ച് എന്റെ വാപ്പയല്ലെന്ന് ഒരാൾ പറഞ്ഞാൽ, ഒരടിമ തന്റെ ഉടമസ്ഥൻ എന്റെ ഉടമസ്ഥനല്ലെന്ന് പറഞ്ഞാൽ, അവന് അള്ളാഹുവിന്റെ ശാപമുണ്ട്, അള്ളാഹുവിന്റെ മലക്കുകളുടെ ശാപമുണ്ട്, ജനങ്ങളുടെ മുഴുവൻ ശാപവും അവന്റെ മേലിലുണ്ട്. സ്വന്തം വാപ്പയെ നിഷേധിക്കുന്ന ആളുകൾ, സുബ്ഹാനല്ലാഹ്, അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അവരുടെ ഒന്നും അള്ളാഹു സ്വീകരിക്കൂല. വാപ്പയെ സംബന്ധിച്ച് പറഞ്ഞു ഇവന്റെ വാപ്പയല്ല അങ്ങനെയൊക്കെ പറഞ്ഞാൽ പിന്നെ അവന്റെ ഒരു അമലും അല്ലാഹു സ്വീകരിക്കില്ലെന്ന് അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ പറഞ്ഞു. അവിടുത്തെ ഖുതുബ അവസാനിക്കുകയാണ്. അറഫയുടെ 9ാമത്തെ ദുൽഹിജ്ജ 9 അന്ന് ഈ പ്രഭാഷണം കഴിഞ്ഞിട്ട് അവിടുന്ന് പറഞ്ഞു അവസാനത്തെ ചോദ്യം, വഅൻതും തുസ്അലൂന അന്നി, നാളെ എന്റെ റബ്ബ് നിങ്ങളോട് എന്നെക്കുറിച്ച് ചോദിക്കും. എന്നെക്കുറിച്ച് ചോദിക്കും നിങ്ങളോട്. എന്റെ റസൂലിനെ ഞാൻ അയച്ചിട്ടുണ്ട്, ആ റസൂല് നിങ്ങൾക്ക് ഇതൊക്കെ എത്തിച്ചു തന്നിട്ടുണ്ടോ എന്ന് ഓരോ ഉമ്മത്തികളോടും അവരുടെ നബിയെക്കുറിച്ച് അല്ലാഹു ചോദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കൈഫ ഇദാ ജിഇനാ മിൻ കുല്ലി ഉമ്മത്തിൻ ബിശഹീദിൻ വജിഇനാ ബിക അലാ ഹൗലാഇ ഷഹീദാ. ആ ആയത്തോതിയിട്ട് കരഞ്ഞുപോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നബിയെ, നാളെ ഖിയാമത്ത് നാളിൽ ഓരോ സമൂഹത്തിനും സാക്ഷി പറയാൻ അവരവരുടെ അംബിയായിനെ വിളിച്ചു കൊണ്ടുവരുമ്പോൾ, വജിനാ ബിക, അങ്ങേ ഞാൻ കൊണ്ടുവരുന്നു, അലാ ഹൗലാഇ ഷഹീദാ, ഈ ജനങ്ങൾക്ക് സാക്ഷി പറയാൻ അങ്ങേ ഞാൻ നാളെ കൊണ്ടുവരുന്ന ദിവസം നബിയേ. നബി നമുക്ക് സാക്ഷി പറയും. നിങ്ങളോട് എന്താണ് എന്നെപ്പറ്റി പറയാൻ പോകുന്നത്?
ഇവിടെ നിന്ന് ഉറപ്പിച്ചു പോവാണ്. എന്താണ് ആ ചോദ്യം? ഇതാണ് ഹജ്ജത്ത്. യാത്ര പറയാൻ, പിരിയാണ്, ലോകത്തോട് വിട പറയാൻ. ഖാലു, അവർ പറഞ്ഞു, നശ്ഹദു അന്നക ഖദ് ബല്ലഗത നബിയേ, അങ്ങ് ഞങ്ങൾക്ക് എത്തിച്ചു തരേണ്ടതെല്ലാം എത്തിച്ചു തന്നിട്ടുണ്ട് നബിയേ. വഅദ്ദൈത, അങ്ങയുടെ ഉത്തരവാദിത്തങ്ങളെല്ലാം അങ്ങ് നിർവഹിച്ചു. വനസഹത, നിങ്ങൾക്ക് ഉപകാരമുള്ളതെല്ലാം അങ്ങ് പഠിപ്പിച്ചിട്ടുണ്ട് നബിയെ, ഒന്നും ബാക്കി വെച്ചിട്ടില്ല എന്ന് സ്വഹാബത്ത് അങ്ങ് ഉറക്കമിട്ട് പറഞ്ഞപ്പോൾ ഫഖാല ബിഉസ്ബുഇഹി സബ്ബാബ, ചൂണ്ടുവിരൽ ആകാശത്തേക്ക് ഉയർത്തി, യഖ്ലിബുഹാ അലന്നാസ്, ജനങ്ങളിലേക്ക് താഴ്ത്തിയിട്ട് പറഞ്ഞു, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, അല്ലാഹുമ്മ അശ്ഹദ്, പടച്ചവനെ നീ ഇതിന് സാക്ഷി നിൽക്ക്, നീ ഇതിന് സാക്ഷി നിൽക്കല്ലാ, നീ ഇതിന് സാക്ഷിയാണേ എന്ന് അല്ലാഹുവിനെ സാക്ഷി നിർത്തി. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. ആ ഒരു അറഫയുടെ പ്രഭാഷണം എന്താണ്? ഇതിൽ പറയാതെ പോയത് എന്താണ്? ഉമ്മത്തിനോട് യാത്ര പിരിയാണ്. ഒരു വാപ്പ മക്കളെ വിട്ടുപിരിയുന്ന വാപ്പയുടെ യാത്ര പോലെയല്ല. എല്ലാം ഒരു ഉമ്മത്തിലിട്ടേച്ചു പോവാൻ. ആ ഉമ്മത്തിന് യാത്ര പറഞ്ഞു പോകുന്ന, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്നവരോടുള്ള യാത്ര പറച്ചിലാണ് ഇവിടെ നടന്നത്. ഇനി മരിച്ചവരോട് ഞങ്ങൾ യാത്ര പറഞ്ഞു. വരാനിരിക്കുന്ന ആളുകളെ കുറിച്ച് ചോദിച്ചു. അങ്ങനെ അസുഖം വന്ന് അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്താകാനെടുത്തത് 3 മാസം. ഈ പ്രഭാഷണം കഴിഞ്ഞങ്ങട്ട് ഇറങ്ങുമ്പോഴാണ് മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം അവതരിക്കുന്നത്. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. يا الله. اليوم أكملت لكم دينكم سورة المائدة الآن 3 آية. اليوم أكملت لكم دينكم وأتممت عليكم نعمتي ورضيت لكم الإسلام دينا. ഇന്ന് ഇസ്ലാം നിങ്ങൾക്ക് ഞാൻ പൂർത്തിയാക്കി തന്നിരിക്കുകയാണ്. നിങ്ങളുടെ ദീന് ഞാൻ നിങ്ങൾക്ക് പൂർത്തിയാക്കി തന്നു. ഇസ്ലാം നിങ്ങൾക്ക് ജീവിക്കാനുള്ള വഴിയാണ്, അത് ഞാൻ നിങ്ങൾക്ക് പൊരുത്തപ്പെട്ടു തന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞപ്പോഴേക്കും ബക്കാ ഉമർ റളിയല്ലാഹു അൻഹു കരഞ്ഞു. മാ യുബ്കീക്, ഉമറേ നിങ്ങൾ എന്തിനാണ് കരയുന്നത്? ഖാല, അവിടുന്ന് പറഞ്ഞു, ഇന്നഹു ലൈസ ബഅദൽ കമാലി ഇല്ല നുഖ്സാൻ. ഒരു വിഷയം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ന്യൂനതയല്ലേ ബാക്കിയുള്ളൂ. പൂർത്തിയായി കഴിഞ്ഞു, ഇനി എന്താ? പൂർത്തീകരണമായി കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ന്യൂനതയല്ലേ വരുന്നത്. ഇമാമുന ബുഖാരി തങ്ങൾ ഉദ്ധരിക്കുന്ന ഹദീസാണ്. പൂർത്തിയായില്ലേ? എന്താണ് അതിന്റെ അർത്ഥം? അങ്ങ് എന്തിന് ലോകത്ത് വന്ന നബിയെ? ആ ദൗത്യം പൂർത്തിയായി കഴിഞ്ഞു, ഇനി അങ്ങ് ലോകത്തുനിന്ന് വിട പറഞ്ഞു പോവാണ്. അപ്പൊ തങ്ങൾ പോകുമെന്നല്ലേ അതിനർത്ഥം എന്ന് മനസ്സിലാക്കി മഹാനായ ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹു. യാ അല്ലാഹ്. അങ്ങനെ ദുൽഹിജ്ജ കഴിഞ്ഞു, മുഹറം കഴിഞ്ഞു, സഫർ മാസത്തിന്റെ ആദ്യം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉഹദിലേക്ക് പോവാൻ. മദീനയിൽ നിന്ന് നോക്കിയാൽ കാണുന്ന ദൂരമാണ് ഉഹദ്. പക്ഷെ 1-2 കിലോമീറ്റർ ദൂരം വരെ നടന്നു പോവുകയാണെങ്കിൽ കുറച്ച് ദൂരമുണ്ട്. പക്ഷേ മദീനത്തെ പള്ളിയിൽ മെയിൻ ഡോർ എന്ന്, മദീനത്തെ പള്ളിയുടെ മെയിൻ ഡോർ ബാബ് ഫഹദ് അല്ലേ, ബാബ് ഫഹദ് നിങ്ങൾ നോക്കിയാൽ ബിൽഡിങ്ങിന്റെ ഇടയിലൂടെ ആ സ്ട്രീറ്റിലൂടെ തന്നെ നോക്കിയാൽ ജബൽ ഉഹദ് ഇങ്ങനെ കാണും, ചുവന്ന മല, ആ പരിശുദ്ധമായ പർവ്വതം. അവിടെയാണ് മഹാനായ ഹംസത്തുൽ കറാർ റളിയല്ലാഹു അൻഹു കിടക്കുന്നത്. ഒരുപാട് ഉഹദിന്റെ ശുഹദാക്കൾ കിടക്കുന്നത് അവിടെയാണ്. തങ്ങൾക്ക് വയ്യ, പക്ഷേ തങ്ങൾ അവസാനമായി ഒരു സിയാറത്ത് ചെയ്തു അങ്ങോട്ട്. ഉഹദിന്റെ ശുഹദാഇന്റെ ചെന്നു. ഫസല്ല അല ശുഹദാ, അവർക്ക് വേണ്ടിയൊക്കെ ദുആ ചെയ്തു കൊടുത്തു. ഞങ്ങളുടെ അടുത്തേക്ക് വരികയാണ് അർത്ഥം, ഞാൻ നിങ്ങളോട് ചേരുകയാണെന്ന് അർത്ഥം. ജീവിച്ചിരിക്കുന്നവരോട് യാത്ര പറഞ്ഞില്ലേ, മരിച്ചു കിടക്കുന്ന ശുഹദാഇനോട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യാ അല്ലാഹ് അവിടുന്ന് യാത്ര പറഞ്ഞു. എന്നിട്ട് മദീനത്തേക്ക് വന്നു. മദീനത്തെ മിമ്പറിൽ കയറി, ഇന്നി ഫറത്തുക്കും, ഞാൻ നിങ്ങളുടെ മുമ്പിൽ പോവുകയാണ്. ഫറത്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ കുട്ടി മരിച്ചാൽ കുട്ടിയുടെ ജനാസംസ്കാരത്തിൽ ഓതുന്ന ദുആ അതാണ്. അല്ലാഹുമ്മ ജഅൽഹു ഫറത്തൻ ലിഅബവൈഹി വദുഖറൻ വഅലതൻ വഅതിബാറ. പടച്ചവനെ ഫറത്താക്കി കൊടുക്കി കുട്ടിയെ. സ്വർഗത്തിലേക്ക് പോകുമ്പോൾ ആദ്യം ഈ കുട്ടി പോയിട്ട് വാപ്പാനും ഉമ്മാനും സ്വീകരിക്കാൻ പോയി നിൽക്കുക, അതിനാണ് ഫറത്ത് എന്ന് പറയാ. ഞാൻ നിങ്ങളുടെ മുൻപ് പോവാണ് കേട്ടോ എന്ന് പറഞ്ഞാൽ നിങ്ങൾ സ്വീകരിക്കാൻ ഞാൻ അവിടെ ഉണ്ടാവും കേട്ടോ. യാ അല്ലാഹ്, ഇന്നി ഫറത്തുക്കും വഇന്നി ഷഹീദുൻ അലൈക്കും, ഞാൻ നിങ്ങൾക്ക് സാക്ഷി നിൽക്കാൻ പോകുന്ന ആളാണ്. വഇന്നി വല്ലാഹ് ലഅൻദുറു ഇലാ ഹൗദി അൽആൻ, എനിക്ക് അല്ലാഹു നൽകിയ ഹൗദുൽ കൗസർ ഞാൻ എന്റെ കണ്ണുകൊണ്ട് കാണുന്ന പോലെ ഖുത്ബ നിർവഹിക്കുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. വഇന്നി ഉതീതു മഫാതീഹ ഖസാഇനിൽ അർള്, ഭൂമിയുടെ
ഭൂമിയുടെ ഖനാബുകളുടെയൊക്കെ താക്കോൽ അല്ലാഹു എനിക്ക് തന്നിട്ടുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. എന്ത് വേണോ, ദുനിയാവിലെ സ്വർണ്ണാണോ വെള്ളിയാണോ ആർഭാടമാണോ, ഇതൊക്കെ അല്ലാഹു വേണമെങ്കിൽ അതിന്റെ താക്കോലൊക്കെ എന്റെ കയ്യിലാണ്, വേണമെങ്കിൽ എനിക്ക് എടുക്കാമായിരുന്നു, ഞാൻ എടുത്തിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വല്ലാഹി വഇന്നി വല്ലാഹ് മാ അഖാഫു അൻ തുശ്രികൂ ബഅദി, എന്റെ കാലശേഷങ്ങളൊക്കെ മുശ്രിക്കീങ്ങളായി പോകുമെന്നല്ല എനിക്ക് പേടി. എനിക്കാ പേടി, ഞാൻ പേടിക്കുന്നത് വലാകിന്നി അഖാഫു അലൈക്കും അൻ തനാഫസൂ ഫീഹാ, പൈസ ഞങ്ങളുടെ കയ്യിലാണെന്ന് പറഞ്ഞ് നിങ്ങൾ അഭിമാനം പറയാൻ തുടങ്ങും. ഞങ്ങളുടെ കയ്യിലേ പൈസ ഉള്ളൂ, ഈ അഭിമാനം നിങ്ങൾ പറയുന്നതാണ് എനിക്ക് പേടി, എന്നല്ലാതെ നിങ്ങൾ ശിർക്കിലേക്ക് പോകുമെന്ന് ഞാൻ പേടിക്കുന്നില്ലെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ഒരു രാത്രി അവിടുത്തെ ഒരു അടിമയായിരുന്ന അബൂ മുവൈഹ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന്റെ കൂടെ ജന്നത്തുൽ ബഖയിലേക്ക് ചെന്നു. മദീനത്തെ പള്ളി പോയില്ല അല്ലെ? മദീനത്ത് പോയ ആൾക്കാരൊക്കെ ഒന്ന് കൈപൊക്കി, റൗള കണ്ടവർ, ഉംറ പോയവർ. അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ്, വലിയ ഭാഗ്യമാണ്. നമ്മൾ ഇവിടെ വന്നാൽ നാട്ടിലൊക്കെ നമ്മളിങ്ങനെ നീയത്ത് വെക്കുക എന്നല്ലാതെ പ്രയാസമാണ്. ഇവിടുന്നൊക്കെ ഇസ്ലാമിക് സെന്ററിൽ നിന്നൊക്കെ എല്ലാ മാസം പോകുന്നില്ലേ? അൽഹംദുലില്ലാഹ്. ഒന്ന് പോകാത്ത ആൾക്കാരൊക്കെ കുറച്ച് പൈസയുള്ളൂ, 1000-1500 ദിർഹം ഉണ്ടെങ്കിൽ പോകാൻ പറ്റും. കുറച്ച് കാലം കഴിഞ്ഞാൽ ഇനിയിപ്പോൾ അവിടുത്തെ കൺസെഷനൊക്കെ പൂർത്തിയായി കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു 10,000-20,000 വേണ്ടി ഇങ്ങനെ ഉംറക്ക് പോകാൻ തന്നെ, അവിടുത്തെ ലിവിംഗ് കോസ്റ്റ് ഒക്കെ കൂടിക്കഴിഞ്ഞാൽ. ഇപ്പോൾ പോകാത്ത ആൾക്കാരൊക്കെ ഒന്ന് പോയി ഒന്ന് കാണാം. ഇവിടുന്നൊക്കെ അത് വലിയ എളുപ്പമാണ്. അൽഹംദുലില്ലാഹ്. മദീനത്തെ പള്ളിയുടെ ഇടതുഭാഗം ജന്നത്തുൽ ബഖീഅ, സ്വഹാബത്ത് അന്ത്യവിശ്രമം കൊള്ളുന്ന ഭാഗമാണ്. യാ അല്ലാഹ്, അവിടേക്ക് പോവാണ് ഒരു രാത്രി. അവിടെ ചെന്നു, വസ്തഗ്ഫറ ലഹും, അവർക്കൊക്കെ പുറത്തു കൊടുക്കുക പടച്ചവനെ എന്ന് അവിടുത്തെ സ്വഹാബാണ്, അവിടുത്തെ കൂടെ കഴിഞ്ഞ ആൾക്കാരാണ്. ആ സ്വഹാബത്തിലൊക്കെ തങ്ങൾ ദുആ ചെയ്തു കൊടുക്കുകയാണ്. എന്ന് പറഞ്ഞു, അസ്സലാമു അലൈക്കും യാ അഹ്ലൽ മഖാബിർ, ഈ ഖബർസ്ഥാനിൽ കിടക്കുന്നവരെ നിങ്ങൾക്ക് അല്ലാഹുവിന്റെ രക്ഷ ഉണ്ടായിരിക്കട്ടെ. അസ്സലാമു അലൈക്കും ജീവിച്ചിരിക്കുന്നവരോട് പറയുന്ന വാക്കാണത്. യാ അഹ്ലൽ മഖാബിർ, മറവ് ചെയ്യപ്പെട്ട മനുഷ്യന്മാർ അത് കേൾക്കുമെന്നും മറുപടി പറയുമെന്നും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചിട്ടുണ്ട്. എന്ന് പറഞ്ഞു, ലിയഹും ലക്കും മാ അസ്ബഹ്തും ഫീഹി മിമ്മാ അസ്ബഹ അന്നാസു ഫീഹി, നിങ്ങളുടെ ഈ അവസ്ഥയിൽ, ഖബർ കിടക്കുന്നവർ പറയണേ, ഈ അവസ്ഥയിൽ നിങ്ങൾക്ക് സമാധാനമാണെന്ന് വിചാരിച്ചോളിൻ. ഇനി ഭൂമിയിൽ ബാക്കിയുള്ള മരിക്കാനുള്ള മുഴുവൻ ആളുകളും കാണാൻ പോകുന്ന അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് ആലോചിച്ചാൽ നിങ്ങൾക്കുള്ള അവസ്ഥ വളരെ നല്ലതാണ്. നിങ്ങൾ ശാന്തമായിട്ടിരിക്കും, നിങ്ങൾ വിഷമിക്കേണ്ട. നിങ്ങൾ അനുഭവിച്ചതിനേക്കാളും വലിയ പ്രയാസങ്ങൾ ഇനി വരാനുള്ള മുഅ്മിനീങ്ങൾ അനുഭവിക്കാൻ പോകുന്നുണ്ടെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്, അവരൊക്കെ സന്തോഷം പറഞ്ഞു കൊടുത്തു. ഇന്നാ ബികും ലലാഹിഖൂൻ, ഞാൻ നിങ്ങളുടെ കൂടെ വരാൻ പോവാണ്, ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നുണ്ട്. അങ്ങനെയല്ലേ വാപ്പ കുട്ടികൾക്ക് നാട്ടിൽ വിളിച്ചു പറയണം, പെരുന്നാൾ കൂടാൻ ഞാൻ വരുന്നുണ്ട് കേട്ടോ എന്ന് പറയുമ്പോൾ മക്കൾക്ക് തോന്നുന്ന ആവേശം പോലെ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾ അഷ്റഫുൽ ഖൽഖിന്റെ വരവിനെ കാത്തിരിക്കുകയായിരുന്നു. യാ അല്ലാഹ്, സഫർ മാസത്തിലെ ഒരു തിങ്കളാഴ്ച ദിവസമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു ജനാസയെ അനുഗമിക്കുന്നത്. ജന്നത്തുൽ ബഖീൽ ഒരാൾ വഫാത്തായി, അവരെ ഖബറടക്കാൻ വേണ്ടി അവരുടെ കൂടെ പോയി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ മറവ് ചെയ്ത് വരുമ്പോഴാണ് തങ്ങൾക്ക് വലിയൊരു തലവേദന പനിയും ബാധിക്കുന്നത്. തങ്ങളുടെ വഫാത്തിന്റെ തുടക്കം ഒരു വഫാത്തിൽ അനുഗമിച്ച് തിരിച്ചു പോരുമ്പോൾ ഭയങ്കരമായ തലവേദന വന്നപ്പോൾ സ്വഹാബത്ത് നബിതങ്ങൾക്ക് നെറ്റിയിൽ ഒരു മുണ്ട് വെച്ച് കെട്ടിക്കൊടുത്തു, തുണിക്കഷ്ണം നനച്ചിട്ട് കെട്ടിക്കൊടുത്തു. ആ തുണിയുടെ മേലേക്ക് പോലും പനിയുടെ ചൂടിങ്ങനെ വന്നുകൊണ്ടിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ സമയം കത്തുന്ന അത്രയും ചൂടുള്ള ഒരു പനി. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, എന്റെ തലയെ എന്നാണ് പറയുക, എന്റെ തലയെ എന്നർത്ഥം എന്ന് പറഞ്ഞാൽ അത് റസൂലുള്ളാഹി തങ്ങളുടെ ശിരസിനാണ്. പക്ഷെ എന്റേതുപോലെ ആ തലയുടെ വേദന എന്തൊരു പ്രയാസമായിരിക്കും നബി അങ്ങേക്കെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അവിടുത്തെ പരിശുദ്ധ ഭാര്യയായിരുന്ന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു അൻഹ. ഇവിടെയും സമാശ്വസിപ്പിച്ച് തമാശ പറയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കണം, എന്താണത്? നമുക്കൊക്കെ പനി ബാധിച്ച എന്തായിരിക്കും നമ്മുടെ അവസ്ഥ അല്ലേ? എന്തൊക്കെ ദേഷ്യാണ്, എന്തൊക്കെ പറച്ചിലാണ്, എന്തൊക്കെ സ്വഭാവങ്ങളാണ്. ആയിഷ ബീവി എന്റെ തലേ എന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ബൽ അല വറസ, എന്റെ തലക്കല്ലേ ആയിഷ കുഴപ്പമുള്ളൂ, എന്റെ തല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, വമാ റക്കി ലൗ മുത്തി ഖബ്ലി, ആയിഷ ഞാൻ മരിക്കണമെന്ന് നിങ്ങൾ മരിച്ചു എന്ന് വിചാരിക്കുക, അതിനെന്താ കുഴപ്പം? നിങ്ങൾ മരിച്ചു. വഗസൽതുകി, ഞാൻ നിങ്ങളെ കുളിപ്പിച്ചു. വകഫൻതുകി, നിങ്ങൾക്ക് ഞാൻ കഫൻപട ഒരുക്കി തന്നു. വസല്ലൈതു അലൈകി, നിങ്ങളുടെ നമസ്കാരം ഞാൻ നിർവഹിച്ചു. വദഫൻതുകി, നിങ്ങളെ ഞാൻ മറവും ചെയ്തെന്നാൽ
ആയിഷ അതിന് വല്ല കുഴപ്പമുണ്ടോ? ഞാൻ തന്നെ ആദ്യം മരിക്കണോ ആയിഷ? നീ മരിച്ചിട്ട് നിനക്കിതൊക്കെ ഞാൻ ചെയ്തെന്നാലോ പോരെ എന്ന് ചോദിച്ചു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവിക്കന്ന് വളരെ ചെറിയ പ്രായമാണ്, 18 പ്രായമുള്ളൂ, ചെറുപ്പക്കാരിയാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. പക്ഷെ എന്താ ആയിഷ ബീവിയുടെ സ്നേഹം എന്താ നബി തങ്ങളോട്? അതാണ് അത്ഭുതം. കല്യാണത്തിന്റെ പ്രായ പ്രശ്നമല്ല. എന്താണ് ആയിഷ ബീവിക്ക് തോന്നിയത് റസൂലുള്ളാഹി തങ്ങളുടെ കൂടെ ജീവിച്ചിട്ട്? എന്താ ആയിഷ ബീവിന് മറുപടി അറിയോ? ഫഖാലത് ലക അന്നി ബിക വല്ലാഹ്, അതിങ്ങനെ കണ്ണു കാണുന്നുണ്ട് നബിയെ, ഇന്നെ ഞാൻ മരിച്ചു, ഇന്നെ നിങ്ങൾ കുളിപ്പിച്ചു, എന്നെ കഫൻ ചെയ്ത് ഇന്നെ കബറടക്കി നിസ്കാരം കഴിഞ്ഞ് നിങ്ങളിങ്ങനെ വന്നിട്ട് ലറജഅത ഇലാ ബൈതി, ഇന്റെ ഈ പൊരയ്ക്ക് നിങ്ങൾ വന്നിട്ട് ഫഅറസ്ത ഫീഹി ബിബഅദി നിസാഇ, എന്നിട്ട് വേറെ കല്യാണം കഴിക്കാനല്ല നബിയെ, അത് വേണ്ട കേട്ടോ. യാ അല്ലാഹ്. ഫതബസ്സമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, കണ്ടിട്ട് നബി തങ്ങൾ പുഞ്ചിരിച്ചു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാ, അത് വേണ്ട നബിയെ, അപ്പൊ എനിക്ക് അങ്ങയുടെ കൂടെ ജീവിക്കണം. ഇത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ആവശ്യം. എന്തെല്ലാം സഹഭാര്യമാരുണ്ടായിരിക്കെ എന്തെല്ലാം കശപിശകൾ ഉണ്ടായിട്ടുണ്ടോ അതിന്റെ ഒക്കെ അകത്തുക എന്തായിരുന്നു? നബിതങ്ങളുടെ കൂടെ എനിക്ക് കൂടുതൽ ജീവിക്കണം, എനിക്ക് കിട്ടണം നബിതങ്ങളെ. ഇതേ അവിടെ പ്രശ്നമുണ്ട്, വേറെ ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. മാലും വളഞ്ഞ് വലുപ്പത്തിൽ ഒരു കുഴപ്പവും ഉണ്ടായിട്ടില്ല. അവരുടെ ഡ്രസ്സിനോ അവരുടെ വസ്ത്രത്തിനോ അവരുടെ ഭക്ഷണത്തിനോ ഇതൊന്നും അവർക്ക് പ്രശ്നമായിരുന്നില്ല. ആയിഷ ബീവിക്ക് നബി എനിക്ക് മുഴുവൻ കിട്ടണം, മറ്റൊരു പറഞ്ഞു ഞങ്ങൾക്ക് കിട്ടണം മറ്റു ഭാര്യമാർ, ഇങ്ങനെ വിഷമുണ്ടായിട്ടുള്ളൂ. ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞപ്പോൾ നബി ഞങ്ങൾ പുഞ്ചിച്ചു. യാ അല്ലാഹ്. രോഗം കെട്ട് കൂടി തങ്ങൾ ചോദിച്ചു, നാളെ ഞാൻ എവിടെയാണ്? തങ്ങൾ ഓരോ ദിവസവും ഓരോ ഭാര്യമാരുടെ കൂടെ കഴിയാറുണ്ടായിരുന്നു, ഞാൻ എവിടെയാണ്, നാളെ ഞാൻ എവിടെയാണ് എന്നിങ്ങനെ ചോദിച്ചു. അപ്പൊ സ്വഹാബത്തിന് ഭാര്യമാർക്ക് മനസ്സിലായി തങ്ങൾക്ക് പ്രയാസമുണ്ട്. തങ്ങൾ പറഞ്ഞു, നബിയെ ഞങ്ങളുടെ കൂടെ അങ്ങ് തന്നെ കഴിയണമെന്നില്ല, അങ്ങക്ക് ഇഷ്ടം എവിടെയാണോ അങ്ങയുടെ മെഹ്റാബിലേക്ക് അടുത്തു കിടക്കുന്നത് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീടാണ്, പള്ളിയുടെ തൊട്ടടുത്തുള്ളത്, അങ്ങ് അവിടെ ഇരുന്നോട് ഞങ്ങൾക്ക് സമ്മതമാണ്. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്ന് ആയിഷ ബീവിയുടെ വീട്ടിൽ തന്നെയാണ്. അവിടെ മുതൽ പിന്നെ അവിടെയാണ് വഫാത്താകുന്നവരെ. ഒരു ബുധനാഴ്ച ദിവസം സുബ്ഹാനല്ലാഹ് അവിടത്തേക്ക് പനിബാധ ഒരുപാട് കൂടി. തങ്ങൾ പറഞ്ഞു, എനിക്ക് തണുത്ത വെള്ളം എന്റെ തലയിലേക്ക് ഒഴിച്ചു തരും. അങ്ങനെ അവർ 7 ബക്കറ്റ് വെള്ളം അല്ലാഹുവിന്റെ റസൂലിന്റെ തലയിലേക്ക് ഒഴിച്ചു കൊടുത്തു തണുപ്പിക്കാൻ. അവിടുന്ന് പറഞ്ഞു, ഹിസ്ബുക്കും ഹിസ്ബുക്കും, മതി മതി എന്ന് പറഞ്ഞു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ തലയിൽ എപ്പോഴും ഒരു മുണ്ട് കെട്ടിയിട്ടുണ്ട്, തുണി കെട്ടിയിട്ടുണ്ട്, തലവേദന നിൽക്കുന്നില്ല, പനിയും ധാരാളം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മിമ്പറിലേക്ക് ചെന്നു. അങ്ങനെ ജനങ്ങൾക്കൊരു ഖുതുബ നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു, ലാ തത്തഖിദു ഖബ്രി വസനൻ യുഅബദ്, എന്റെ ഖബർ നിങ്ങൾ ആരാധിക്കപ്പെടുന്ന ഒരു ബിംബമാക്കരുത്. ഇബാദത്ത് അല്ലാഹുവിനാണ്, ഇബാദത്ത് അല്ലാഹുവിനാണ്. ഞാൻ നിങ്ങളുടെ മഅബൂദല്ല, ഞാനല്ല നിങ്ങളെ പടച്ചത്, ഞാനല്ല നിങ്ങളുടെ റബ്ബ്, എനിക്ക് ആരാധിക്കുന്ന രീതി ഉണ്ടാകരുത്. ലഅനല്ലാഹു യഹൂദ വന്നസാറ, ജൂതന്മാരും ക്രിസ്ത്യാനികളും ഇത്തഖദു ഖുബൂറ അംബിയാഇഹിം മസാജിദ്, അവരുടെ അമ്പിയാക്കന്മാരുടെ ഖബറുകൾ ആരാധിക്കപ്പെടുന്ന സ്ഥലങ്ങളാക്കിയിട്ടുണ്ട്. ഇബാദത്ത് അവർക്ക് ചെയ്തു കൊടുത്തു അല്ല, നിങ്ങളുടെ ഇബാദത്ത് അല്ലാഹുവിനാണ്, അല്ലാഹുവാണ് മഅബൂദ്. നിങ്ങൾക്ക് അവരെ സിയാറത്ത് ചെയ്യാം, അവരെ തബറക്ക് സ്വീകരിക്കാൻ, പക്ഷേ നിങ്ങളുടെ പടച്ചവൻ അല്ലാഹുവാണ്, ഇബാദത്ത് അല്ലാഹുവിനാണ്. എന്റെ റബ്ബിനെ പടച്ചത് അല്ലാഹുവാണ്, ഇവിടെ കിടക്കുന്നവരല്ല, അല്ലെങ്കിൽ നബിയല്ല, അല്ലെങ്കിൽ വലിയല്ല, സ്വാലിഹല്ല, എന്റെ മഅബൂദ് അല്ലാഹുവാൻ. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം കേട്ടോ. എന്താണ് ഈ പറയുന്നത്? ഞാൻ മരിക്കാൻ പോവാൻ, ഞാൻ വഫാത്താവാൻ, ഞാൻ മറവ് ചെയ്യപ്പെടും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആ വിഷയങ്ങൾ ഇങ്ങനെ സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, മൻ കുൻതു ജലത്തു ലഹു ദഹ്റാ ഫഹാദാ ദഹ്രി, ഞാൻ ആരുടെയെങ്കിലും പുറത്തടിച്ചിട്ടുണ്ടെങ്കിൽ എന്റെ പുറമിതാ വന്നടിച്ച് അധികാരമെടുത്തേക്കണം. നാളെ അല്ലാഹുവിന്റെ മുമ്പ് ചെന്നിട്ട് പറയരുത്, എനിക്ക് എന്റെ നബിയിൽ നിന്ന് 3 അടി കിട്ടിയിട്ടുണ്ട്, എന്റെ പകരം എനിക്ക് വേണം എന്നോട് ചോദിക്കരുത്, ഇവിടുന്ന് എടുത്തോ എന്റെ പുറമിതാ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. വമൻ കുൻതു ശതംതു ലഹു അർളാ, ഞാൻ ആരെയെങ്കിലും വേദനിപ്പിക്കുന്ന വല്ല വാക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫഹാദാ അർളി, എന്റെ അഭിമാനം ഇതാ ഇവിടെ, ഫൽയസ്തഖിദ് മിൻ, വേണ്ടതൊക്കെ വിളിച്ചോ, എന്നിട്ട് നിനക്ക് പകരമാകുന്നവനെ നീ സമാധാനിച്ച് എന്നെ ഞാൻ ചീത്ത പറഞ്ഞിട്ടുണ്ടെങ്കിൽ പകരം എന്നെ ചീത്ത പറഞ്ഞോ. ഇതൊക്കെ ഏത് നേതാവാണ് പറഞ്ഞിട്ടുള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പുറമിതാ ഞാൻ അടിച്ചിട്ടുണ്ടോ തട്ടിയിട്ടുണ്ടോ പകരം ചോദിച്ചോളൂ. എന്നിട്ട് ളുഹർ നിസ്കരിച്ചു. അങ്ങനെ മിമ്പറിൽ ഇരുന്നു. അങ്ങനെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരിക്കുമ്പോൾ ഒരാൾ വന്ന് പറഞ്ഞു, നബിയെ എനിക്ക് നിങ്ങൾ 3 ദിർഹം തരാനുണ്ടല്ലോ. ഒരാളങ്ങനെ ചോദിച്ചു. അപ്പോൾ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അഅ്തിഹി യാ ഫളൽ, മഹാനായ ഫളൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഇരിക്കുന്നുണ്ട്. ഫളൽ ഇബ്നു അബ്ബാസ് മൂപ്പർക്ക് കൊടുക്കി 3 ദിർഹം കൊടുത്തേക്ക്. അങ്ങനെ ഉണ്ടാവും ചില ആൾക്കാർ. അങ്ങനെ ആ ഒരു ജനങ്ങളുടെ ഒരു പല ശൈലി പറയാൻ. സാധാരണഗതിയിൽ ആയിക്കോട്ടെ നബി തങ്ങൾക്ക് ഞാൻ പൊരുത്തപ്പെട്ടെന്നു,
അങ്ങനെ ഉണ്ടാവും ചിലർക്ക്. പള്ളിക്ക് കടം കൊടുത്തതാണ് 1000 റുപ്യ, പള്ളി കമ്മിറ്റിക്കാർ പറഞ്ഞൊക്കെ തരാം, കഴിഞ്ഞിട്ട് തരാം. ആ 1000 റുപ്യ തന്നിക്ക് അത് പള്ളിക്ക് കടന്നോട്ടെ എന്ന് വിചാരിക്കണമായിരിക്കും അധികം ഉണ്ടാവുക. പക്ഷെ ഒരാൾക്ക് തോന്നിയായിക്കോട്ടെ എന്റെ പൈസയിലേക്ക് കിട്ടണം, കൊടുക്കുക തന്നെ, അവരുടെ ഹക്കാണ്. ഒരാളങ്ങനെ ചോദിച്ചു, 3 ദിർഹം തരാണ്ട് നബിയെ, കൊടുത്തേക്ക്, ഫളൽ അവർക്ക് കൊടുത്തേക്കെന്ന് പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒന്നും പറഞ്ഞില്ല, അവരുടെ ഹക്കാണ്, കൊടുത്തേക്കെന്ന് പറഞ്ഞു. പിന്നെ അൻസ്വാരികളെ പറ്റി വസിയത്ത് ചെയ്തു, ഇവരെന്നെ സഹായിച്ചവരാണ്, അവരോട് നല്ലവർക്ക് പെരുമാറണം കേട്ടോ മദീനക്കാരോട്. യാ അല്ലാഹ്, യാ അല്ലാഹ്. എന്നിട്ട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, അല്ലാഹു അവന്റെ ഒരു അടിമക്ക് ഒരു ചോയ്സ് കൊടുത്തു, ദുനിയാവിൽ നിൽക്കണോ, മിൻ സിഹറത്തി ദുനിയ മാ ശാഅ വബൈനമാ ഇൻദഹ്, അല്ലാഹുവിന്റെ അടുത്തേക്ക് വരണോ, അതല്ല ദുനിയാവിൽ ആവശ്യമുള്ളതൊക്കെ തരാം എന്ന് അല്ലാഹു അവന്റെ ഒരു അടിമയോട് ചോദിച്ചു. ആ അടിമ പറഞ്ഞു, എനിക്ക് നിന്റെ അടുത്തുള്ളത് മതി നബിയെ അല്ലാ എന്ന് ആ അടിമ അല്ലാഹുവിനോട് പറഞ്ഞു. ആരാന്ന് പറഞ്ഞില്ല. അപ്പൊ കരഞ്ഞു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. അബൂ സഈദ് അൽ ഖുദ്രി എന്ന് പറയാ, ഞങ്ങളൊക്കെ അന്നിങ്ങനെ പറഞ്ഞു, എന്തിനാണ് മാ ബാലു ഹാദ ശൈഖ്, ഈ വയസ്സായ മനുഷ്യൻ എന്തിനാണ് കരയുന്നത്? വയസ്സായെന്ന് പറഞ്ഞാൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വയസ്സെന്ന് 61 ആയിട്ടുള്ളൂ അല്ലേ? പക്ഷെ അന്നങ്ങനെ പറഞ്ഞു, ഈ പ്രായ മനുഷ്യൻ എന്തിന്? അല്ലാഹുവിന്റെ റസൂൽ ഏതോ ഒരാളുടെ കഥ പറഞ്ഞു തരുമ്പോ ഇയാൾ എന്തിനാ കരയണത്? അബി, എന്താ സിദ്ദീഖ് തങ്ങൾ പറഞ്ഞത്? ഞങ്ങളുടെ ഉമ്മയും വാപ്പയ്ക്ക് നിങ്ങൾക്ക് തരാൻ നബിയെ, നിങ്ങൾ മരിക്കല്ലേ എന്നതിന്റെ അർത്ഥം. നിന്റെ ഉമ്മയും വാപ്പയ്ക്ക് നിങ്ങൾക്ക് തരാം. അന്ന് അങ്ങനെ ഉമ്മാനെയും വാപ്പാനെയും കാണുന്നത് അതായത് വലിയ അത്ഭുതം. അതാണ് എന്നാ ഞാൻ ബാക്കി ഉമ്മയും വാപ്പയും പോയിക്കോട്ടെ എന്നല്ല അതിനർത്ഥം. എന്റെ ജീവനേക്കാളും വലുതെന്റെ ഉമ്മാന്റെ വാപ്പാനും ജീവൻ. അതുപോലെ അങ്ങേക്കാ നബിയെ, അങ്ങേക്ക് ഇത് പറഞ്ഞിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വരെ ഒരു സ്വഹാബത്ത് പറഞ്ഞു, യാ അല്ലാഹ്, അന്ന് ഞങ്ങൾക്കത് മനസ്സിലായിട്ടില്ല. നബി തങ്ങൾ പറഞ്ഞപ്പോൾ നബി തങ്ങളുടെ കഥയാ തങ്ങൾ ഈ പറയണത്. എന്നോടങ്ങ് ചോദിച്ചു ഇവിടെ നിൽക്കണോ അല്ല എന്റെ അടുത്തേക്ക് പോരണോ? ഞാൻ പറഞ്ഞു, നബി അല്ലാഹ്, ഞാൻ നിന്റെ അടുത്തേക്ക് വരികയാണ്. അതാണെന്ന് അന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു മനസ്സിലാക്കി. ഖാന അബൂബക്കറിൻ അഅലമന, ഞങ്ങളിൽ ഏറ്റവും വിജ്ഞാനമുള്ള ആൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആയിരുന്നുവെന്ന് മഹാനായ അബൂ സഈദ് അൽ ഖുദ്രി റളിയല്ലാഹു അൻഹു പിന്നീട് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ട് തങ്ങൾ പറഞ്ഞു, എനിക്ക് ഏറ്റവും ഉപകാരം ചെയ്ത ഒരുപാട് ആളുകളുണ്ട്, അതിലേറ്റവും ഉപകാരം ചെയ്ത ഒരാൾ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ലൗ കുൻതു മുത്തഖിദൻ ഖലീലൻ ഗൈറ റബ്ബി, എന്റെ റബ്ബല്ലാത്ത ഒരു ഏറ്റവും അടുത്ത കൂട്ടുകാരനേക്ക് ഉണ്ടാകുമായിരുന്നുവെങ്കിൽ ലത്തഖദ്തു അബൂബക്കറിൻ ഖലീല, ആ കൂട്ടുകാരൻ സിദ്ദീഖ് തങ്ങളാകുമായിരുന്നു. പക്ഷേ എന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരൻ അല്ലാഹുവാണ്. വലാകിൻ ഉഖുവത്തുൽ ഇസ്ലാമി വമവദ്ദത, ഇസ്ലാമിലെ സാഹോദര്യവും ഇസ്ലാമിന്റെ സ്നേഹവും എനിക്ക് അവരോട് ഒരുപാടുമുണ്ട്. ലാ യബ്ഖയന്ന ഫിൽ മസ്ജിദ് ബാബുൻ ഇല്ലാ സുദ്ദ ഇല്ലാ ബാബ അബൂബക്കർ, മദീനത്തെ പള്ളിയുടെ ഒരു വാതിലും നിങ്ങൾ തുറന്നു വെക്കരുത്, രാത്രി വാതിലൊക്കെ അടക്കണം, സിദ്ദീഖ് എന്നവരുടെ വാതിൽ അടക്കരുത്, അത് തുറന്നു കിടന്നോട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇന്ന് അങ്ങനെയാ ബാബു സിദ്ദീഖ്. നമ്മൾ റൗള ശരീഫിൽ കടന്നാൽ റൗള ശരീഫിന്റെ അങ്ങേയറ്റത്തെ ആ വലതു ഭാഗത്തുള്ള അങ്ങേയറ്റത്തെ വാതിൽ, ഏറ്റവും ആദ്യത്തെ വാതിൽ ബാബു സിദ്ദീഖ്, അത് അടക്കൂല. ഏത് വാതിൽ അടച്ചാലും നടക്കാൻ പാടില്ല. സുബ്ഹാനല്ലാഹ്, അത് സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ വീട് അവിടെയായിരുന്നു. സിദ്ദീഖ് തങ്ങൾ എപ്പോഴും വന്നോട്ടെ, ആ വാതിൽ തുറന്നു വെച്ചേക്കണം എന്ന് അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ബുധനാഴ്ച കഴിഞ്ഞു, ഒരു വ്യാഴാഴ്ചയായി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അന്ന് മഗ്രിബ് നിസ്കാരത്തിന് തങ്ങൾ പ്രയാസപ്പെട്ടുകൊണ്ട് ചെന്നു. അങ്ങനെ മഗ്രിബ് നിസ്കാരം നിർവഹിച്ചു. തങ്ങൾ സൂറത്തുൽ മുർസലാത്ത് ഓതി. പക്ഷേ ഇശാ ആയപ്പോഴേക്കും തങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്നില്ല. തങ്ങൾ വീട്ടിലേക്ക് തന്നെ മടങ്ങി. തങ്ങൾക്ക് വീടും പള്ളി നിൽക്കാൻ വയ്യ, അത്രക്ക് വലിയ അസുഖമായിരിക്കും. പനിയായിരുന്നു, പനിയും ഭയങ്കര തലവേദനയും തങ്ങൾക്ക്. ആയിഷ റളിയല്ലാഹു അൻഹ പറയാണ്, ഇശാ നിസ്കാരത്തിന്റെ നേരായപ്പോ നബി തങ്ങൾ ഇങ്ങനെ ചോദിച്ചു, ജനങ്ങൾ നിസ്കരിച്ചോ? ജനങ്ങൾ നിസ്കരിച്ചോ? ഇശാഇന് എന്നെ കാത്തുക്കാണോ? നിസ്കരിച്ചോ എന്ന് ചോദിച്ചു. ഇല്ല നബിയെ, ലാ യാ റസൂലല്ലാഹ് വഹും യൻതദറൂനക, അവർ നിങ്ങളെ കാത്തിരിക്കാൻ നബിയെ, നിസ്കരിച്ചിട്ടില്ല. സ്വഹാബത്ത് കാത്തിരുന്നു. മഗ്രിബിൽ തങ്ങൾ വന്നില്ലേ, നബിന് ഇശാക്കും തങ്ങൾ വരും. ഇതൊക്കെ ആലോചിക്കണം. 60, 70, 90 വയസ്സുള്ള നബിയല്ല, ഹബീബായ തങ്ങൾക്ക് 63 വയസ്സുള്ളൂ. ആരോഗ്യത്തിന് ഒരു കുഴപ്പമില്ല. നമ്മളൊക്കെ വിചാരിക്കൂലേ പനിയല്ലേ, നിങ്ങൾ സുഖായിക്കോളും, എന്നിട്ട് വന്നേക്കും, പനി മാറിക്കോളും. പക്ഷെ സ്വഹാബത്തിനും അറിയാൻ തുടങ്ങിയത് തങ്ങൾ വിടവാങ്ങിപ്പോവാൻ. ഇസ്ലാം പൂർത്തിയായി നായത്തിറങ്ങിയില്ലേ, ഇനിയൊരു നഷ്ടം റസൂലുള്ളാഹി തങ്ങളുടെ വിയോഗം നമുക്കായിട്ടുണ്ടെന്ന് അവർ ബോധിക്കുകയാണ്. അങ്ങനെ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എനിക്ക് വെള്ളം തരും, എന്നെ കുളിപ്പിക്കും, ഒന്ന് കുളിച്ചാൽ ഒരു പക്ഷെ ഉന്മേഷം കിട്ടിയേക്കും. അങ്ങനെ തങ്ങളെ നബി ഞങ്ങളെ കുളിപ്പിച്ചു. തങ്ങൾ കുളിച്ചു. എപ്പോ ഇശാസ്കാരത്തിന് പോവാൻ കുളിപ്പിച്ചു. തങ്ങളൊന്ന് എഴുന്നേറ്റു. അപ്പോഴേക്കും ബോധം കെട്ട് വീണു. ഉഹുമിയാലേ, ബോധം തെളിഞ്ഞു. അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ? അടുത്ത ചോദ്യം. ബോധം തെളിഞ്ഞപ്പോഴേ ചോദ്യം അതാണ്. ഇല്ല നബി, അവരങ്ങയെ കാത്തിരിക്കുകയാണ്. എനിക്ക് ഒന്നുകൂടെ തലയ്ക്ക് വെള്ളം ഒഴിച്ചെന്ന് പറഞ്ഞു. ഒന്നുകൂടെ വെള്ളം ഒഴിച്ചു കൊടുത്തു. തങ്ങൾ ഒന്ന് ഉഷാറായി എന്ന് എഴുന്നേറ്റ് നടക്കുകയാണ്. നടക്കപ്പോഴേക്കും അവിടെ തന്നെ വീണു. രണ്ടാമതും വീണു. പിന്നും ചോദിച്ചു, അസല്ലന്നാസ്, ജനങ്ങൾ നിസ്കരിച്ചോ?
ഇല്ല നബി, അങ്ങയെ കാത്തിരിക്കാൻ. അല്ലാഹ് എന്നെ കാത്തിരിക്കാണോ? എന്നാ പിന്നെ എന്റെ തലയ്ക്ക് ലക്ഷം വെള്ളം ഒഴിച്ചേരി, ഒന്ന് തണുക്കട്ടെ, ഒന്ന് ഒരാശ്വാസാകട്ടെ. പിന്നെ ഒഴിച്ചെടുത്തു. തങ്ങൾ എഴുന്നേൽക്കാൻ വേണ്ടി അങ്ങോട്ട് നിന്നു. ഫൗഹമി അലൈഹി, വീണ്ടും അവിടുന്ന് ബോധരഹിതരായി വീണു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പൊ പറഞ്ഞു, സിദ്ദീഖ് എന്നവരോട് ഇമാമുക്കാൻ വേണ്ടി പറയും. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ഇമാമ നിന്നോട്ടെ എന്ന് പറഞ്ഞു. ഫസല്ല അബൂബക്കറിൻ തിൽക്കൽ അയ്യാം, അവിടെ നിന്നുള്ള ദിവസങ്ങളൊക്കെ പിന്നെ ഇമാം എന്നത് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആണ്. ആയിഷ ബീവി റളിയല്ലാഹു നബിയോട് എന്ന് പറഞ്ഞു, നബി, എന്റെ വാപ്പ സിദ്ദീഖ് എന്നവർ റജുലുൻ അസീഫ്, ഭയങ്കര സങ്കടപ്പെടുന്ന ആളാണ്. നബി, അങ്ങ് നിൽക്കുന്ന മിമ്പറിൽ, അങ്ങ് നിൽക്കുന്ന മെഹ്റാബിൽ നിൽക്കാനുള്ള കൽപ്പുന്നു എന്റെ വാപ്പ സിദ്ദീഖ് എന്നവർക്കില്ല നബിയെ. അങ്ങ് നിൽക്കുന്ന മെഹ്റാബിൽ നിന്നാൽ ലാ യുസ്മിഉൻ നാസ്, സിദ്ദീഖ് എന്നവർ ഓതിയാൽ ജനങ്ങൾ കേൾക്കൂല നബിയെ. അതുകൊണ്ട് ഉമർ റളിയല്ലാഹു അൻഹുവിനോട് ഇമാമുക്കാൻ പറഞ്ഞേക്ക് നബിയെ എന്ന് ആര് പറഞ്ഞു? സിദ്ദീഖ് തങ്ങളുടെ മകൾ, പുന്നാര മകൾ ആയിഷ റളിയല്ലാഹു അൻഹ. എന്റെ വാപ്പാനെ നിർത്തണ്ട നബിയെ, വാപ്പാക്ക് കഴിയൂല. ഉമർ റളിയല്ലാഹു അൻഹു കുറച്ചൊക്കെ ധൈര്യമുള്ള ആളല്ലേ, എന്റെ വാപ്പ പെട്ടെന്ന് സങ്കടപ്പെട്ട് കരയുന്ന ആളാണ്, അങ്ങയുടെ മെഹ്റാബിൽ ഒന്ന് നിൽക്കാൻ എന്റെ വാപ്പയെ കൊണ്ട് കഴിയില്ല. ഉമർ തങ്ങൾ ആയിക്കോട്ടെ എന്ന് പറഞ്ഞു. തങ്ങൾ പറഞ്ഞു, മുറു അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്, അബൂബക്കർ തങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി പറ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആയിഷ ബീവി ഹഫ്സ ബീവിയുടെ അടുത്ത് ചെന്നു. ഹഫ്സ ബീവി ഉമർ തങ്ങളുടെ മകളാണ്, റസൂലുള്ളാഹി തങ്ങളുടെ ഭാര്യയുമാണ്. ഹഫ്സ ബീവി, എന്റെ വാപ്പ സിദ്ദീഖ് എന്നവരെ നിർത്തണ്ട, ഉമർ തങ്ങളോട് നിസ്കരിക്കാൻ വേണ്ടി പറ. ആയിഷ ബീവിക്ക് വാപ്പയെ പറ്റി അറിയാം. ഉമർ തങ്ങളോട്, നിങ്ങളുടെ വാപ്പയാണ്, റസൂലുള്ളാഹി തങ്ങളുടെ സ്വഹാബിയാണ്, ഖലീലാണ്, അടുത്തുള്ള ആളല്ലേ, നിങ്ങളത് പറഞ്ഞു നോക്കിയെന്ന് പറഞ്ഞു. ഹഫ്സ ബീവിയും പറഞ്ഞു, നബിയെ, ഉമർ തങ്ങളോട് വാപ്പ നിന്നോട്ടെ, സിദ്ദീഖ് തങ്ങളെ കൊണ്ട് കഴിയില്ലല്ലോ ഇമാമുക്കാൻ. അപ്പൊ പറഞ്ഞു, ഇന്നകുന്ന സവാഹിബ് യൂസുഫ്, യൂസുഫ് നബിന്റെ കഥയിലെ പെണ്ണുങ്ങളാണ് നിങ്ങളൊക്കെ. മുറു അബൂബക്കറിൻ ഫലിയുസല്ലി ബിന്നാസ്, അബൂബക്കർ എന്നവരെ നിസ്കരിക്കട്ടെ. വീണ്ടും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യാ അല്ലാഹ്. അങ്ങനെ ശനിയാഴ്ച ദിവസം, ഞായറാഴ്ച ആണോ എന്ന് അഭിപ്രായമുണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന്നത്തെ ളുഹ്ർ നിസ്കാരത്തിന് മഹാനായ ഫദ്ൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു ഇവരുടെയൊക്കെ തോളിൽ നടന്നുകൊണ്ട് പള്ളിയിലേക്ക് പള്ളി ഇന്ന് കാണാൻ പറ്റൂലത്. തങ്ങളുടെ ആ റൗളയിൽ നിന്ന് മെഹ്റാബുക്കുള്ള ദൂരാണ് ഇപ്പോൾ നടക്കാൻ പറ്റാത്ത വിഷമം വന്നത്. അവിടെയാണ് നിന്നപ്പോഴേക്കും ബോധം കെട്ടു വീണത്. അപ്പൊ എന്തായിരിക്കും ആ പനിയുടെ കാഠിന്യം ആലോചിച്ച് നോക്കി, എന്തായിരിക്കും അവസ്ഥ. അങ്ങനെ നബി തങ്ങൾ തോളിൽ കൈവച്ച് നടക്കാൻ വയ്യ. അങ്ങനെ വന്നു. അങ്ങനെ സിദ്ദീഖ് തങ്ങൾ ഇമാം നിൽക്കുകയാണ്. നബി തങ്ങൾ വരാന്ന് കണ്ട പൊണ്ണുകൂടെ മാറി വന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിന്നേക്ക്, നിങ്ങൾ നിസ്കരിച്ചേക്ക് എന്ന് പറഞ്ഞു. നബി തങ്ങൾ പറഞ്ഞു, ഇന്നെ സിദ്ദീഖ് തങ്ങളുടെ അടുത്ത് കൊണ്ടുപോയി ഇരുത്തി തരുമെന്ന് പറഞ്ഞു. അങ്ങനെ സിദ്ദീഖ് തങ്ങളുടെ ഇടത് ഭാഗത്ത് പോയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ അവിടെ നിന്ന് ഇരിക്കുകയാണ്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ അടുത്ത് നബി തങ്ങൾ ഇരിക്കുമ്പോൾ ളുഹറാണ്, ഉറക്കോതേണ്ട ആവശ്യമില്ല. അള്ളാഹിന്റെ റസൂൽ അല്ലാഹു അക്ബർ എന്ന് പറയുമ്പോൾ സിദ്ദീഖ് തങ്ങൾ അല്ലാഹു അക്ബർ എന്ന് പറയും. അപ്പൊ ഇമാം നബി തങ്ങൾ തന്നെയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സിദ്ദീഖ് എന്നവരാണ് കണക്കിൽ ഇമാം, സിദ്ദീഖ് എന്നവരാണ് ജനങ്ങൾക്ക്. പക്ഷെ സിദ്ദീഖ് എന്നവര് നബി തങ്ങളുടെ സ്വലാത്തിനെ പിൻപറ്റി എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തക്ബീറുകളൊക്കെ ഉറക്കെ പറഞ്ഞുകൊണ്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ നിസ്കാരം പൂർത്തിയാക്കി ഇമാം ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആ ഞായറാഴ്ച ദിവസം, തിങ്കളാഴ്ച തങ്ങൾ വഫാത്താകുന്നത് തൊട്ടു തലേന്ന് എന്തൊക്കെയാ ചെയ്യുന്നത്, ഇതൊക്കെ ഭയങ്കര അത്ഭുതമാണ്. ലോകത്തോട് വിട പറയാൻ, എല്ലാ കാര്യങ്ങളും ക്ലിയർ ചെയ്യാൻ. അങ്ങനെ ഒരു പെട്ടെന്നുള്ളൊരു ആകസ്മികമായൊരു മരണം അതൊന്നല്ല. അതൊക്കെ എവിടുന്ന് തുടങ്ങി? ഹജ്ജത്തുൽ വിദാഇ തന്നെ തുടങ്ങി. ഞാൻ ഇന്ന് കാണൂല കേട്ടോ എന്ന് പറഞ്ഞിട്ടായി പോരുന്നത്. യാ അല്ലാഹ്. ഞായറാഴ്ച ദിവസം തങ്ങളുടെ അടുത്ത് കുറച്ച് അടിമകൾ തങ്ങൾക്ക് സമ്മാനമായി മറ്റു കൊടുത്തവരൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ എത്തൊക്കെ ചൊല്ലി മോചനം ചെയ്തു, അവരെ സ്വതന്ത്രന്മാരാക്കി. എല്ലാം ചെയ്യാൻ. തങ്ങളുടെ കയ്യിൽ 7 ദീനാർ ഉണ്ടായിരുന്നു. യാ അല്ലാഹ്, 7 ദനാനീർ, 7 ദീനാർ തങ്ങളുടെ കയ്യിലുണ്ട്. അതൊക്കെ സ്വതക്ക കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. ആയിഷ ബീവി അതൊക്കെ കൊടുത്തേക്ക്, എല്ലാവർക്കും കൊടുത്തേക്ക്, സ്വതക്ക കൊടുത്തു. ഒന്നും ബാക്കിയില്ല. മുസ്ലിമീങ്ങൾക്ക് തങ്ങൾ ഉപയോഗിച്ചിരുന്ന ആയുധങ്ങൾ ഉണ്ടായിരുന്നു, അതൊക്കെ മുസ്ലിമീങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞു. അതും കൊടുത്തു. അന്ന് രാത്രി, ഈ ഞായറാഴ്ച രാത്രി, ഇസ്തആറത്ത് ആയിഷ റളിയല്ലാഹു അൻഹ അസ്സൈത മിൻ ജാറതിഹാ ലിൽ മിസ്ബാഹ്, വീട്ടിൽ വിളക്ക് കത്തിക്കാനുള്ള എണ്ണ അയൽവാസിന്റെ അടുത്ത് കടം വാങ്ങിയതായിരുന്നു അന്ന് ആയിഷ റളിയല്ലാഹു അൻഹ. അത്രയായിരുന്നു അന്നത്തെ അവസ്ഥ. സുബ്ഹാനല്ലാഹ്. വകാനത്ത് ദിർഉഹു മർഹൂന, നമ്മൾ കേൾക്കാറില്ലേ നബി തങ്ങളുടെ അവിടുത്തെ പടയങ്കി, അവിടുത്തെ ആർമ, അവിടുത്തെ എന്താണ് പറയാ, നമ്മുടെ യുദ്ധത്തിന് ധരിക്കുന്ന വസ്ത്രം, ഇരുമ്പിന്റെ വസ്ത്രം, അത് ഒരു ജൂതന്റെ അടുത്ത് പണയത്തിലായിരുന്നു. അങ്ങനെ തന്നെയാണ്. 30 കൈക്കൊമ്പിൽ
ഗോതമ്പിന് ബാർലിക്കാണ് ഷൈർ എന്ന് പറയാം, അതിന് പകരം അതിന് പൈസ കൊടുക്കാനില്ല, എന്നിട്ട് പൈസ ഞാൻ തരാമെന്ന് പറഞ്ഞ് അതിനേക്കാളും മൂല്യമുള്ള ഒരു സാധനം ഒരു ജൂതൻ എടുത്തു കൊടുത്ത് അദ്ദേഹം ഇടുന്ന കുറച്ച് ഭക്ഷണം കടം വാങ്ങിയിരുന്നു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനത്തെ അവസ്ഥയിലാണ് ഞായറാഴ്ച രാത്രി ഇതെല്ലാം തങ്ങൾ ചെയ്തു. തിങ്കളാഴ്ച പുലർന്നു, മുസ്ലിമീങ്ങളൊക്കെ സുബഹത്തിരിക്കും തമ്മിച്ചാണ്. ഇത് റബീഉൽ അവ്വൽ 12 അന്നാണ് തങ്ങൾ ജനിക്കുന്നത്, അന്നാണ് അതേ സമയത്താണ് തങ്ങൾ വഫാത്താകുന്നത്. യാ അല്ലാഹ്. പക്ഷെ വഫാത്താകുന്ന സുബഹി നിസ്കാരത്തിന്റെ സമയം കഴിഞ്ഞിട്ടാണ്. തങ്ങളുടെ ജനനം സുബഹിക്ക് മുമ്പായിരുന്നു. ഇതൊരു വല്ലാത്ത രംഗമാണ്. സഹാബത്തിന്റെ അടുത്തേക്ക് പോവാൻ വയ്യ. സിദ്ദീഖ് തങ്ങളാണ് ഇമാമ് നിൽക്കുന്നത്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട് മെഹ്റാബൊക്കെ കാണും. അവിടെ ഒരു ചെറിയൊരു ജനലുണ്ട്, ഒരു കർട്ടൻ, ഒരു വിരി വെച്ചൊരു ജനലുണ്ട്. അപ്പൊ ജനങ്ങളൊക്കെ സുബഹി നിസ്കാരത്തിന് വന്നിങ്ങനെ നിൽക്കുകയാണ്. എല്ലാവരും കാത്തിരിക്കുകയാണ്, ഹബീബായി തങ്ങൾ വരുന്നുണ്ടോ, തങ്ങൾ വരുമോ എന്നറിയാൻ. മഹാനായ അനസ് റളിയല്ലാഹു തആല അൻഹു പറയാണ്, ഞങ്ങൾ അങ്ങനെ കാത്തിരിക്കുകയാണ്. യാ അല്ലാഹ്, ആ സമയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇരുന്നുകൊണ്ട് ആ ജനലിന്റെ കർട്ടൻ ഇങ്ങനെ പൊന്തിച്ചു, ഞങ്ങളിലേക്ക് ഇങ്ങനെ നോക്കി. ഞങ്ങളൊക്കെ സഫായിട്ട് നിൽക്കുകയാണ് നിസ്കാരത്തിന്. അവസാനത്തെ നോട്ടമായിരുന്നു അത്, സ്വഹാബത്തിനെ കണ്ട അവസാനത്തെ കാഴ്ച. ഇങ്ങനെ നോക്കി. ഫനമറ ഇലൈഹിം, എല്ലാവരും ഇങ്ങനെ നോക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കരിക്കാൻ വേണ്ടി വന്നതാണ് സുബഹി നിസ്കാരത്തിന്. അവരൊക്കെ അല്ലാഹുവിന്റെ വഴിയിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള ആ ഒരു സന്തോഷം തങ്ങളിങ്ങനെ കണ്ടുകൊണ്ട് കാണാണ്. തങ്ങളിങ്ങനെ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഇങ്ങനെ ചിരിച്ചു, ഒന്നിങ്ങനെ ചിരിച്ചു അവർക്ക്. അപ്പൊ അബൂബക്കർ റളിയല്ലാഹു അൻഹു ഒന്നുകൂടെ ബാക്കൊക്കെ ഒന്ന് നബി തങ്ങൾ വരുമെന്ന് വിചാരിച്ച് മെഹ്റാബ് ഒന്ന് ഒഴിവാക്കി കൊടുത്തു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുമെങ്കിൽ സ്വഹാബത്ത് സന്തോഷം കൊണ്ട് ഫിത്നയായി പോയേനെ. അനസ് റളിയല്ലാഹു അൻഹു പറയാ, തങ്ങള് വരുമെന്നുള്ള ആ ഒരു ആവേശത്തിലിരിക്കുകയാണ് സ്വഹാബത്ത്. തങ്ങളിങ്ങനെ നോക്കി. സുബ്ഹാനല്ലാഹ്, തങ്ങളിങ്ങനെ പറഞ്ഞു ശ്രദ്ധിക്കുന്നവരോട്, നിസ്കാരങ്ങൾ പൂർത്തിയാക്കിക്കോളൂ എന്ന് കൈകൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു കൊടുത്തു. നിങ്ങൾ നിസ്കരിച്ചോളൂ. എന്നിട്ട് ആ വിരിപ്പുകൊണ്ട് താഴ്ത്തിയിട്ടു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജനങ്ങളിലേക്ക് പിന്നെ കണ്ടിട്ടില്ല. സ്വഹാബത്തിനെ, പിന്നെ കുടുംബത്തെ കണ്ടു. ആയിഷ ബീവിയും ഭാര്യമാര് വന്നു. പക്ഷേ ജനങ്ങളെ കണ്ട അവസാനത്തെ കാഴ്ച ഈ പുഞ്ചിരിയാണ്. ഇക്കണക്കിന് കത്തുന്ന പനിയിൽ, ഇക്കണക്കിന് തലവേദനയുള്ള വേദനയിൽ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് സന്തോഷിച്ചുകൊണ്ട് ആ വിരിപ്പാറ് നോട്ട് ആലോചിച്ച് നോക്കിയെങ്കിൽ ആ റൗളയിൽ നിന്ന് പൊക്കിയിട്ട് നോക്കിയിട്ട് സ്വഹാബത്തൊക്കെ സഫായിട്ട് നിൽക്കുകയാണ്. അവർക്കൊക്കെ കൈ കാണിച്ചു കൊടുത്തു, നിസ്കരിച്ചോളൂ, നിങ്ങൾ നിസ്കരിക്കരുത്. എന്താണ് അള്ളാഹുവിന്റെ, എന്താ തങ്ങൾക്ക് കിട്ടേണ്ടത്, എന്താ തങ്ങൾ കൊണ്ടുപോകുന്ന വഫാത്താകുമ്പോ? നഹ്നുൽ അംബിയാ ലാ നൻസു വലാ നൂറസ്, ഞങ്ങളുടെ സ്വത്ത് ഒന്നും അനന്തരം കിട്ടൂല, ഞങ്ങൾ അനന്തരം എടുക്കൂല, ഞങ്ങൾ അമ്പിയാക്കന്മാർ അങ്ങനെയാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നും ബാക്കിയുണ്ടായിരുന്നില്ല, ഒന്നും ബാക്കി. എന്താ ഉള്ളത് എല്ലാം കൊടുത്ത് സദഖ ചെയ്യാൻ വേണ്ടി പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ കാഴ്ച അവസാനത്തെ ഒരു കാഴ്ചയായിരുന്നു. പിന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റൂമിലേക്ക് വന്നു. ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ, ഫാത്തിമ ബീവിയുടെ ഒരു സ്വകാര്യം പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബീവി സന്തോഷിച്ചു. പിന്നൊരു അപ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ കരഞ്ഞു. കുറച്ച് പിന്നെ വിളിച്ചു അടുത്തേക്ക്, എന്തോ ചെവിയിൽ ഇങ്ങനെ പറഞ്ഞു കൊടുത്തു. തങ്ങൾ കിടക്കുകയാണ്, പറഞ്ഞു കൊടുത്തു. ഫാത്തിമ ബീവി സന്തോഷിച്ചുകൊണ്ട് പോകുന്നുണ്ട്. അപ്പൊ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്ന് ഫാത്തിമ, എന്താണ് നിങ്ങളോട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? ഫാത്തിമ ബീവി ആയിഷ ബീവി ഒരേ പ്രായക്കാരാണ്. ഫാത്തിമ ബീവിയേക്കാളും പ്രായം കുറവാണ് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, എന്നാലും ഉമ്മ എന്നാ വിളിക്കുള്ളൂ. അപ്പൊ റസൂലുള്ളാഹി തങ്ങളുടെ എന്താണ് പറഞ്ഞതെന്ന് ചോദിച്ചു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞ സ്വകാര്യം ഞാൻ പരസ്യമാക്കൂല എന്ന് ഫാത്തിമ റളിയല്ലാഹു അൻഹ. പിന്നെ വഫാത്തൊക്കെ കഴിഞ്ഞതിന് ശേഷം പറഞ്ഞു, എന്നോടന്ന് പറഞ്ഞു, ഉപ്പ ഇതിൽ മരിക്കാൻ പോവാണ് മോളെ, ഉപ്പ ലോകത്തോട് വിട പറയാണ്, ഉപ്പ പോവാണ്. അപ്പോ ഫാത്തിമ ബീവി കരഞ്ഞു, എന്റെ ഉപ്പാന്റെ ഒരു പ്രയാസം എന്ന് പറഞ്ഞു. വാ കർബാ, എന്റെ ഉപ്പാന്റെ ഒരു പ്രയാസമല്ലേ, അങ്ങനെ വലിയ അസുഖം ഉണ്ടാവുമ്പോൾ മക്കൾക്ക് തോന്നൂല്ലേ? ലാ കർബ അല അബീകി ബഅദൽ യൗം, ഇന്നത്തെ ദിവസം കഴിഞ്ഞാൽ ഈ ഒരു ദിവസത്തെ മണിക്കൂറുകളുള്ളൂ നിന്റെ ഉപ്പാക്ക് പ്രയാസം മോളെ, ഇത് കഴിഞ്ഞാൽ ഉപ്പ അള്ളാഹുവിന്റെ റഫീഖുൽ അലയിലേക്ക് പോവാണ്, ഒന്നുമില്ല. അപ്പൊ ഞാൻ കരഞ്ഞു ആ നേരത്ത്. പിന്നെ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മോളെ നിങ്ങളാണ് എന്റെ കൂടെ ആദ്യം വരാൻ പോകുന്ന, എന്റെ കുടുംബത്തിൽ ആദ്യം എന്റെ കൂടെ വരാൻ പോകുന്നത് നിങ്ങളാണ്. ഇത് പറഞ്ഞപ്പോൾ എനിക്ക് സന്തോഷായി. ഇതാണ് ഫാത്തിമത്തു സഹ്റാ റളിയല്ലാഹു അൻഹ, നിങ്ങളുടെ ഒപ്പം പോവാണ്. അതാണ് ആ ഈമാൻ. ആർക്കാണ് സന്തോഷിക്കാതെ? നിങ്ങളാണ് എന്റെ കൂടെ ആദ്യം മരിക്കാൻ പോകുമെന്ന് പറഞ്ഞ് സന്തോഷമുള്ള വർത്താനാണോ അത്? പക്ഷെ ഫാത്തിമ റളിയല്ലാഹു അൻഹ അറിഞ്ഞു, അവര് സന്തോഷിച്ചു. അൽഹംദുലില്ലാഹ്, തങ്ങൾ വഫാത്തായി 6 മാസത്തിന്റെ ഉള്ളിൽ വഫാത്തായി ഫാത്തിമ റളിയല്ലാഹു അൻഹ. 28 വയസ്സെങ്ങാനും ഉണ്ടായിരുന്നു ഫാത്തിമ ബീവിക്ക് അപ്പോൾ റളിയല്ലാഹു തആല അൻഹ.
യാ അല്ലാഹ്, ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹ ഈ സംഭവങ്ങളൊക്കെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യാൻ ആ സമയത്ത് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ അല്ലാഹുവിന്റെ റസൂലിന്റെ പേരക്കുട്ടികളല്ലേ, രണ്ടാളും വിളിച്ചു. ഫഖബ്ബലഹുമ, രണ്ടുപേരെയും ചുംബിച്ചു. യാത്ര പറയാണ്, രണ്ടുപേരെയും ചുംബിച്ചു. രണ്ടുപേർക്കും ഖൈർ വസിയത്ത് ചെയ്തു. തങ്ങളുടെ ഭാര്യമാരൊക്കെ വിളിച്ചു, എല്ലാവർക്കും ചെറിയ ഉപദേശങ്ങളൊക്കെ കൊടുത്തു. എല്ലാവർക്കും വീട്ടിൽ കിടക്കാൻ ഇനി സ്വകാര്യമായ സംഭാഷണങ്ങളാണ്, പുറത്തെല്ലാവരും വരുന്നില്ല. അങ്ങനെ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞു, ആയിഷ ലാ അസാലു അജിദു അലമ തുആം അല്ലദീ അകൽതു ബിഖൈബർ. ഖൈബർ യുദ്ധം നടക്കുമ്പോൾ ഒരു ജൂത പെണ്ണ് അള്ളാഹുവിന്റെ റസൂലിന് വിഷം കുത്തിവെച്ച ഒരു ആട് തിന്നാൻ കൊടുത്തിരുന്നു, ഒരു ആട്ടുമാംസം. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് പ്രയാസം ഉണ്ടാക്കിയിട്ടുണ്ട്. തങ്ങൾ പറഞ്ഞു, ആയിഷ, അന്ന് ഖൈബറിൽ എനിക്ക് കിട്ടിയ ആ വിഷത്തിന്റെ ചില പ്രയാസങ്ങൾ എനിക്കിപ്പോൾ തോന്നുന്നുണ്ട് ആയിഷ. ഫഹാദ അവാനുൻ വജത്തു ഖതഅ അബ്ഹരി മിൻ ദാലിക الصم. ആ വിഷത്തിന്റെ ചില കാര്യങ്ങളെ കൊണ്ടൊക്കെ എനിക്ക് എന്റെ ഹൃദയത്തിന്റെ ഞരമ്പുകൾക്ക് എന്ത് പ്രയാസം സംഭവിച്ചെന്ന് എനിക്ക് തോന്നുന്നുണ്ട് ആയിഷ എന്ന് മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് അവസാനം ഒരു കാര്യം പറഞ്ഞു, അസ്വലാ, നിസ്കാരം ഒഴിവാക്കരുത് കേട്ടോ. ഒമാമലർച്ച ഐമാനുക്കും, നിങ്ങളുടെ കീഴിൽ ആരൊക്കെ ജീവിക്കുന്നുണ്ടോ അവരൊക്കെ നിങ്ങൾ നല്ലവർക്ക് നോക്കണം കേട്ടോ. ജനങ്ങൾക്ക് എല്ലാവർക്കുള്ള ഉപദേശം. അവസാനത്ത് അത് അടിമകൾ പെട്ടു, വേലക്കാർ പെട്ടു, ഭാര്യമാര് പെട്ടു, നമ്മുടെ മാതാപിതാക്കൾ പെട്ടു, നിങ്ങളുടെ ആശ്രിതർ ആരൊക്കെ ഉണ്ടോ അവരൊക്കെ നോക്കണം കേട്ടോ. നിസ്കാരങ്ങൾ ഒഴിവാക്കരുത് കേട്ടോ. 5 നേരം അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ, അത് ഖളാ ആക്കരുത്, നിങ്ങൾ നിസ്കരിക്കണം കേട്ടോ. അവസാനത്തെ ഉപദേശം അതാ, അസ്വലാത്ത വമാ മലക്കത്ത് ഐമാനുക്കും, ഈ വാക്കുകളെ പറഞ്ഞിട്ടുള്ളൂ. ഇമാം ബുഖാരി തങ്ങൾ അത് റിപ്പോർട്ട് ചെയ്തു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയാണ്, പിന്നെ എന്റെ മടിയിലാണ് ഹബീബ് കിടക്കുന്നത്, എന്റെ മടിയിലാണ്. ആയിഷ ബീവി അഭിമാനം പറഞ്ഞിട്ടുണ്ട്, എനിക്ക് അല്ലാഹു ചെയ്ത വലിയ നിഅമത്ത് അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂൽ എന്റെ വീട്ടിലാണ് വഫാത്തായത്, എന്റെ പുരയിലാണ് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായത്. വഫീ യൗമി, എന്റെ കൂടെ നബി തങ്ങൾ കഴിയാറുള്ള ദിവസമായിരുന്നു അത് എന്റെ ദിവസമായിരുന്നു അന്നാണ്. വബൈന സഹരി വനഹരി, എന്റെ നെഞ്ചത്ത് തലവെച്ചുകൊണ്ടാണ് അവിടുന്ന് വഫാത്തായത്. വഅന്ന അല്ലാഹ ജമഅ ബൈന റീഖി വറീഖിഹി ഇൻദ മൗതി, തങ്ങൾ വഫാത്താകുമ്പോൾ നബി തങ്ങളുടെ ഉമിനീരിനോട് എന്റെ ഉമിനീർ അല്ലാഹു ചേർത്ത് വെച്ചിട്ടുണ്ട്. അതെങ്ങനെയായിരുന്നു? മഹാനായ അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന്റെ മകൻ അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു, അബ്ദുറഹ്മാൻ ഇബ്നു അബൂബക്കർ എന്നവർ റൂമിലേക്ക് കയറി. ആയിഷ ബീവിയുടെ അമ്മായി പെങ്ങളാണ്. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കുടുംബ ബന്ധല്ലേ. അബ്ദുറഹ്മാൻ റളിയല്ലാഹു അൻഹു വന്നപ്പോ അവരുടെ കയ്യിലൊരു മിസ്വാക്കുണ്ട്, കയ്യിലിങ്ങനെ മിസ്വാക്കുണ്ട്. അപ്പൊ നബി തങ്ങൾ ഇങ്ങനെ കിടക്കുമ്പോ ആയിഷ ബീവി പറയാം, ആ മിസ്വാക്ക് തങ്ങളിങ്ങനെ നോക്കി എനിക്ക് തോന്നി തങ്ങൾ ആ മിസ്വാക്ക് ആഗ്രഹിക്കുന്നതോ. ഞാൻ ചോദിച്ചു, നബിയെ അങ്ങേക്ക് ആ മിസ്വാക്ക് വേണമെന്ന് പറഞ്ഞു. അത് കൊടുത്തു. ഞങ്ങൾക്ക് ഞാൻ മിസ്വാക്ക് ചെയ്തു കൊടുത്തു. പക്ഷെ അത് ഒരണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, നബിയെ ഞാനൊന്ന് കടിച്ച് അതൊന്ന് മയപ്പെടുത്തി തരണമെന്ന് ചോദിച്ചു. വേണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ എന്റെ ഉമിനീര് ചേർത്തത് ശരിക്കും മയപ്പെടുത്തി കൊടുത്തു. എന്നിട്ട് എന്റെ ഹബീബിന്റെ വായക്ക് ഞാൻ അതുകൊണ്ട് തേച്ചു കൊടുത്തെന്ന് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ. അതേ, പിന്നെ ഒന്നും തങ്ങൾ കഴിച്ചിട്ടില്ല. അവസാനം ചേർന്ന് വന്നത് ഇതൊക്കെ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അഭിമാനം പറഞ്ഞ വിഷയങ്ങളാണ്. അത്രക്ക് നബിയെ സ്നേഹിച്ചിരുന്നു ആയിഷ റളിയല്ലാഹു അൻഹ. യാ അല്ലാഹ്, അങ്ങനെ അത് കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 2 കൈ ഇങ്ങനെ ഉയർത്തുന്നുണ്ട്, മേൽത്തട്ടിലേക്ക് കിടക്കാണ്. ആ തട്ടിലേക്ക് ഇങ്ങനെ കണ്ണുയർത്തുന്നുണ്ട് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങളുടെ ചുണ്ടുകൾ എന്തൊക്കെയോ ഇങ്ങനെ അനങ്ങുന്നുണ്ട്. അപ്പൊ ഞാൻ മെല്ലെ അടുത്ത് നിന്നിട്ട് ഇങ്ങനെ ചെവി വെച്ചു നോക്കി, എന്താ തങ്ങൾ പറയുന്നത്? തങ്ങൾ പറയുന്നു, മഅല്ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. അല്ലാഹുവേ, നിന്റെ അമ്പിയാക്കന്മാരുടെ കൂടെ എന്നെ ചേർക്ക്. നീ നിഅമത്ത് ചെയ്ത അമ്പിയാക്കന്മാർ, സിദ്ദീഖീങ്ങൾ, ശുഹദാക്കൾ, സ്വാലിഹീങ്ങളുടെ കൂടെ എന്നെ ചേർക്ക്. അല്ലാഹുമ്മ ഗ്ഫിർലി വർഹംനി, എനിക്ക് പുറത്തുതാ റബ്ബേ, എനിക്ക് മാപ്പാക്കി താ റബ്ബേ, എന്നോട് റഹ്മത്ത് ചെയ്യല്ല. വഅൽഹിഖ്നി ബിർറഫീഖിൽ അലാ, ഏറ്റവും ഉന്നതമായ ആ ഒരു കൂട്ടുകാരനിലേക്ക്, നിന്നിലേക്ക് എന്നെ ഉയർത്തണേ അല്ലാഹ്. അല്ലാഹുമ്മ റഫീഖൽ അലാ, അല്ലാഹുമ്മ റഫീഖൽ അലാ 3 പ്രാവശ്യം പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെ തങ്ങളുടെ കൈ ഇങ്ങനെ താഴ്ന്നു. തങ്ങളുടെ വഫാത്ത് അതായിരുന്നു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ റഫീഖൽ അലാ, അതാ പറഞ്ഞത്. അല്ലാഹുവേ, നിന്റെ ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക്, അമ്പിയാക്കന്മാർ അതാ പറയാ,
നമുക്ക് പറയാൻ നമ്മൾ ശ്രമിക്കേണ്ടത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന വാക്കാണ്. അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം അതിന്റെ മഖാം എന്ന ഉയർച്ചയിലാണ് തങ്ങൾ. അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ, അല്ലാഹുമ്മ റഫീഖൽ അഅ്ലാ വ ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഈ ഉമ്മത്തിനെ യതീമാക്കി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ലോകത്തിന് വിട പറഞ്ഞു പോയ ആ ഒരു ദിവസത്തെക്കാളും പ്രയാസമുള്ള ഒരു കാലം കഴിഞ്ഞ്. അനസ് റളിയല്ലാഹു അൻഹു പറയാം, മാ റഅയ്തു യൗമൻ ഖത്തു കാന അഹ്സന വലാ അദ്വാ. ഈ ലോകത്ത് ഏറ്റവും പ്രകാശമുള്ള ശോഭയുള്ള ഒരു ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മദീനയിലേക്ക് കടന്നു വന്ന ത്വലൽ ബദ്റു അലൈന എന്ന് ഞങ്ങൾ പാട്ടുപാടി സ്വീകരിച്ച അന്നത്തേക്കാളും ശോഭയുള്ള ഒരു ദിവസം ഞങ്ങൾ കണ്ടില്ല. വലാ അദ്ലമ വലാ അഖ്ബഹ മിൻ യൗമിൻ മാത ഫീഹി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വഫാത്തായ അന്നത്തെ പകൽ, വെളിച്ചമുള്ള പകൽ, അന്ന് സൂര്യപ്രകാശമില്ലാതെ ഇരുട്ടായിരുന്നുവെന്ന് അനസ് റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പ്രകൃതി പോലും അതിൽ സങ്കടപ്പെട്ടു എന്നർത്ഥം. സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ അങ്ങനെ വിളിച്ചു പറയാണ്, യാ അബതാ അജാബ റബ്ബൻ ദആ. ഉപ്പ, നിങ്ങളുടെ റബ്ബ് വിളിച്ചപ്പോൾ നിങ്ങൾ ഉത്തരം കൊടുത്തല്ലേ ഉപ്പ. യാ അബതാ ജന്നത്തുൽ ഫിർദൗസി മഅവാ. ഉപ്പ, അല്ലാഹുവിന്റെ ജന്നത്തുൽ ഫിർദൗസിലേക്കാണല്ലോ ഉപ്പ നിങ്ങൾ പോണത്. യാ അബതാ ഇലാ ജിബ്രീൽ നഫാഹ്. ജിബ്രീൽ അലൈഹിസ്സലാം എന്ന കൂട്ടുകാരന്റെ കൂടെയല്ലേ ഉപ്പ നിങ്ങൾ പോകുന്നത് എന്ന് മഹാനായ മഹദി ഫാത്തിമ റളിയല്ലാഹു തആല അൻഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഒരു വിയോഗത്തിന്റെ ഉടനെ ഉറക്കങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമർ റളിയല്ലാഹു തആല അൻഹു കടന്നു വന്നു. സ്വഹാബത്തിനെ വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞില്ലേ, എന്റെ റസൂൽ മരിച്ചു എന്ന് പറഞ്ഞാൽ തല ഞാൻ വെട്ടുന്നു. ആര് പറഞ്ഞു? ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇത് പറഞ്ഞു, മൂസ നബി അലൈഹിസ്സലാം 40 ദിവസം എടുത്ത് അള്ളാഹിനെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അള്ളാഹിന്റെ അടുത്ത് കിതാബ് വാങ്ങിക്കാൻ പോയിട്ടുണ്ട് മൂസ നബി അലൈഹിസ്സലാം. അതുപോലെ എന്റെ റസൂല് പോയതാണ് ഒരു ചെറിയ മയക്കത്തിലാണ്. തങ്ങൾ തിരിച്ചു വരും, തങ്ങൾ മരിച്ചിട്ടില്ല, മരിക്കാനായിട്ടില്ലെന്ന് ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു. ഇതാണ് ഹുബ്ബ് മുഅ്മിന്. അള്ളാഹിന്റെ റസൂലിനോട് സ്നേഹം വേണം, ഹുബ്ബ് വേണം എന്നൊക്കെ പറയുമ്പോൾ ചിലരെങ്കിലും ചില ഹദീസ് എടുത്തിട്ട് അള്ളാഹിന്റെ റസൂലിനോടുള്ള ഹുബ്ബ്, തങ്ങളെ സ്നേഹിക്കൽ എന്ന് പറഞ്ഞാൽ തങ്ങൾ പറഞ്ഞത് കേട്ട് ജീവിക്കലാണ്. അതോടൊപ്പം ഉള്ളിലൊരു സ്നേഹം വേണം. അതാണ് ആ പറഞ്ഞതുപോലൊക്കെ അതല്ല. സ്വഹാബത്ത് എന്താണ് ഈ ചെയ്യുന്നതൊക്കെ? അള്ളാഹിന്റെ റസൂൽ ഇങ്ങനെ വന്നുപോയൊരു മെസ്സഞ്ചർ ആണെങ്കിൽ കഴിഞ്ഞൊക്കെ എന്ന് നമുക്ക് മറവയ്യ. ഇതല്ല സ്വഹാബത്ത് ചിന്തിക്കുന്നത്. ആലോചിക്കാൻ വയ്യ. തങ്ങൾ മരിച്ചെന്നോ വഫാത്തായെന്നോ. അള്ളാഹിന്റെ റസൂൽ പോയതാ റബ്ബിന്റെ അടുത്തേക്ക്, ഇപ്പൊ തിരിച്ചു വരും, ആരും പറയല്ലേ മരിച്ചു എന്ന് പറയില്ലെന്ന് ഉമർ റളിയല്ലാഹു അൻഹു നെട്ടോട്ടമോടുകയാണ്. ആ സമയം സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കുറച്ച് അകലെയായിരുന്നു. യാ അല്ലാഹ്, അവിടുന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വിവരറിഞ്ഞു അള്ളാഹിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ടെന്ന്. നേരെ വന്നു ആയിഷ ബീവി റളിയല്ലാഹു അൻഹ, സ്വന്തം മകളാണ്, ആയിഷ ബീവിയുടെ റൂമിലേക്ക് കയറി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മുഖത്ത് വസ്ത്രമിട്ടിട്ട് ഇങ്ങനെ കടത്തിയിരിക്കാൻ. ആ വസ്ത്രം കെട്ട് നീക്കി ഫകശഫ അൻ വജ്ഹിഹി, മുഖം കെട്ട് കണ്ടു. ثم أكب عليه, ആ മുഖത്തേക്ക് ചുംബിച്ചുകൊണ്ട് എന്നിട്ട് വീണു സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഒരുപാട് നേരം ആ മുഖത്തിങ്ങനെ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു, തുബ്ത ഹയ്യൻ വമയ്യിതാ, ജീവിച്ചിരിക്കുമ്പോഴും അങ്ങേക്ക് സുഗന്ധമായിരുന്നു നബിയെ, മരിച്ചു കിടക്കുമ്പോഴും അങ്ങേക്ക് സുഗന്ധമാണല്ലോ നബിയെ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. തങ്ങൾ ആരായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ അതിലും വലിയൊരു വാക്കിന് ചരിത്രത്തിന് ആവശ്യമില്ല. ജീവിച്ചിരിക്കുമ്പോൾ അങ്ങേക്ക് സുഗന്ധം, അങ്ങ് മരിച്ചപ്പോഴും സുഗന്ധം നബിയെ. ആ മുഖത്ത് വസ്ത്രമൊക്കെ നീക്കി വെച്ചിട്ട് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പറഞ്ഞു, ബിഅബി അൻത വ ഉമ്മി ലാ യജ്മഉ അല്ലാഹു അലൈക മൗതതൈൻ. നബിയെ, എന്റെ ഉമ്മയും വാപ്പയും അങ്ങേക്ക് ദണ്ഡം എന്ന് പറഞ്ഞാൽ ഞാൻ എന്നെ അങ്ങേക്ക് സമർപ്പിച്ചു നബിയെ. അങ്ങേക്ക് 2 മരണം അല്ലാഹു തരില്ല, അങ്ങ് ഒരിക്കലേ മരിക്കൂ. ആ മരണം ഇവിടെ സംഭവിച്ചു എന്ന് മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു നേരെ പള്ളിക്ക് കയറി ചെന്നു. ഉമർ റളിയല്ലാഹു അൻഹു പള്ളിയിൽ കടന്ന് ഓടുകയാണ് വാള് പിടിച്ചിട്ട്. നമ്മൾ ജനങ്ങളോട് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, മിണ്ടല്ലി, അള്ളാഹിന്റെ റസൂൽ മരിച്ചു എന്ന് പറയല്ലേ. ആരെങ്കിലും അങ്ങനെ പറഞ്ഞാൽ അള്ളാഹിന്റെ റസൂലും തിരിച്ചു വരും, കൈയും കാലും ഞാൻ മുറിക്കുമെന്ന് പറഞ്ഞു ഉമർ റളിയല്ലാഹു അൻഹു. കൈയും കാലും ഞാൻ മുറിക്കും. എന്ത്? നബി തങ്ങൾ മരിച്ചു എന്ന് പറഞ്ഞാൽ. ഈ ഓട്ടത്തിന്റെ ഇടയിലേക്കാണ് ചരിത്രത്തിൽ ശാന്തനെന്ന് കാണപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു ആ ശാന്തത മാറ്റിവെച്ച് വരികയാണ്, അവസരത്തിന് തുയരുകയാണ്. ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ഇജ്ലിസ് യാ ഉമർ, ഉമർ നിങ്ങൾ ഇരിക്കുമെന്ന് പറഞ്ഞു. ഉമർ തങ്ങൾ ഇരിക്കാൻ കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് പ്രയാസം വരുമ്പോൾ ഇരിക്കാൻ പറ്റൂലല്ലോ, നടക്കാൻ. ഇജ്ലിസ് യാ ഉമർ, മിമ്പറിൽ കയറി അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഉമർ നിങ്ങൾ ഇരിക്കും. ഉമർ തങ്ങൾ ഇരിക്കുന്നില്ല.
മഹാനായ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പ്രഭാഷണം തുടങ്ങി. അമ്മാ ബഅദ് സ്വലാത്തു ജനങ്ങളൊക്കെ അമൃതങ്ങളിൽ നിന്ന് മാറി സിദ്ദീഖ് തങ്ങളിലേക്ക് ശ്രദ്ധിക്കാൻ തുടങ്ങി. സിദ്ദീഖ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, മൻ കാന മിൻകും യഅ്ബുദു മുഹമ്മദൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇന്ന മുഹമ്മദൻ ഖദ് മാത്. നിങ്ങളിൽ മുഹമ്മദ് നബിയെ ആരാധിക്കുന്ന ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിൽ മനസ്സിലാക്കിക്കോ, അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായിട്ടുണ്ട്. നിങ്ങളുടെ മഅബൂദ് പോയിട്ടുണ്ടെന്ന് മനസ്സിലാക്കിക്കോ. വമൻ കാന യഅ്ബുദുല്ലാഹ്, അല്ലാഹുവിനെയാണ് ഇബാദത്ത് ചെയ്തിരുന്നതെങ്കിൽ ഫഇന്നല്ലാഹ ഹയ്യുൻ ലാ യമൂത്ത്, അല്ലാഹ് മരിക്കൂല, അല്ലാഹ് ബാക്കിയുണ്ട്. അതുകൊണ്ട് നമ്മൾ ഇസ്ലാം വിട്ട് ഓടല്ലേ. നമ്മുടെ നബിയാണ് നമ്മൾ വിട്ടുപിരിഞ്ഞു പോയത്, അല്ലാഹു ബാക്കിയുണ്ട്. നമ്മുടെ ഇബാദത്ത് അല്ലാഹുവിനാണ്. അതുകൊണ്ട് അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കിക്കോളൂ എന്ന് സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. എന്നിട്ട് ആയത്തോതി, വമാ മുഹമ്മദുൻ ഇല്ലാ റസൂലുൻ ഖദ് ഖലത് മിൻ ഖബ്ലിഹിർ റസുൽ. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ ദൂതരായിരുന്നു. അവർക്ക് മുമ്പും പ്രവാചകന്മാർ കഴിഞ്ഞുപോയിട്ടുണ്ട്. അഫഇൻ മാത ഔ ഖുതില ഖലബതും അലാ അഖാബികും. ആ നബി വധിക്കപ്പെടുകയോ മരിക്കുകയോ ചെയ്താൽ നിങ്ങൾ പുറങ്കാലുകൊണ്ട് പിന്നോട്ട് നടക്കുകയാണോ? ومن ينقلب على عقبيه فلن يضر الله شيئا وسيجزي الله الشاكرين. അല്ലാഹുവിന്റെ റസൂൽ വഫാത്തായി എന്ന് കേട്ടിട്ട് ഇസ്ലാം എന്ന് പുറത്തു പോവുകയാണെങ്കിൽ അവരെ കൊണ്ടൊന്നും അല്ലാഹുക്ക് യാതൊരു പ്രയാസവുമില്ല. പക്ഷേ അല്ലാഹുക്ക് ശുക്ർ ചെയ്ത് ജീവിക്കുന്നവർക്ക് അല്ലാഹു ഇവിടെ പ്രതിഫലം കൊടുക്കും. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാ, യാ അല്ലാഹ്, സൂറത്ത് ആലി ഇംറാനിൽ അങ്ങനെ ഒരു ആയത്തുള്ളത് ഇപ്പൊ കേൾക്കുന്ന പോലെ. സ്വഹാബത്തൊക്കെ ഹാഫിളുകളല്ലേ, അവർക്കൊക്കെ പക്ഷേ സംഭവത്തിന്റെ പേടി കൊണ്ടൊക്കെ മറന്നിട്ടുണ്ട്. യാ അല്ലാഹ്, മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി വരും സിദ്ദീഖ് തങ്ങൾ പ്രഖ്യാപിച്ചു. വഫാത്തായി തിങ്കളാഴ്ച, ചൊവ്വാഴ്ച ദിവസം റസൂലുള്ളാഹി തങ്ങളെ കുളിപ്പിക്കാനെടുത്തു. 3 ദിവസം കടത്തിയിട്ടും തങ്ങളുടെ ശരീരത്തിന് ഒരു കുഴപ്പം പറ്റിയിട്ടില്ല എന്നാണ്. യാ അല്ലാഹ്, ഒന്നും സംഭവിച്ചില്ല. കുളിപ്പിക്കാൻ വേണ്ടി എടുത്തു. കുളിപ്പിക്കാൻ കയറിയത് മഹാനായ അലി റളിയല്ലാഹു അൻഹു, മഹാനായ അബ്ബാസ് റളിയല്ലാഹു അൻഹു. അബ്ബാസ് തങ്ങളുടെ 2 മക്കൾ, മഹാനായ ഫളൽ ഇബ്നു അബ്ബാസ്, മഹാനായ ഖുസൈം ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, പിന്നെ തങ്ങളുടെ വേലക്കാരനായിരുന്ന മഹാനായ ശുഖ്റാൻ റളിയല്ലാഹു അൻഹു. ഇവരാണ് കുളിക്കാൻ വേണ്ടി. കൂട്ടത്തിൽ ഉസാമത്ത് ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. ഇവരാണ് കുളിപ്പിക്കാൻ വേണ്ടി. എങ്ങനെ കുളിപ്പിക്കും? അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിക്കല്ലേ. വസ്ത്രങ്ങൾ മാറ്റി പുതിയ വസ്ത്രം കൊടുത്തിട്ട് ഈ വസ്ത്രത്തിന്റെ മേലെയാണ് കുളിപ്പിക്കേണ്ടത്. എങ്ങനെ കുളിപ്പിക്കേണ്ടെന്നറിയാതെ ഇരിക്കണ നേരത്ത് ഇമാമുന ബുഖാരി തങ്ങൾ റിപ്പോർട്ട് ചെയ്ത ഹദീസ്, എല്ലാവരും ആ കുളിപ്പിക്കാൻ കയറിയ റൂമിൽ ഇങ്ങോട്ട് ഉറങ്ങി. എന്ന് പറഞ്ഞാൽ താടി നെഞ്ചിലേക്ക് തട്ടിയിട്ട് ഒരു ഉറക്കം എല്ലാവർക്കും. അങ്ങനെ ഒരാളിങ്ങനെ വിളിച്ചു പറയുന്നുണ്ട്, ഗസ്സിലൂ, അല്ലാഹുവിന്റെ റസൂലിനെ കുളിപ്പിച്ചേക്കൂ, ഫീ സിയാബിഹി, അല്ലാഹുവിന്റെ റസൂലിന്റെ ആ വസ്ത്രത്തിൽ കുളിപ്പിച്ചേക്കിൻ. ആരാ പറഞ്ഞത് ഓർമ്മല്ല, ഇതെല്ലാവരും കേട്ടുകൊണ്ട് ഉണർന്നു. അല്ലാഹുവിന്റെ ഭാഗം വിളിയാളമായിരുന്നു. തങ്ങൾ കടന്ന അതേ വസ്ത്രത്തിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വെള്ളൊഴിച്ച വസ്ത്രത്തിലാണ് കുളിപ്പിച്ചത് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്നിട്ട് പറഞ്ഞു, ഒരു മയ്യത്തിൽ നിന്ന് കാണുന്ന ഒരു അഴുക്കോ എന്തെങ്കിലും ഒരു ദുർഗന്ധമോ ഒന്നുപോലും ഹബീബിൽ നിന്ന് ഞങ്ങൾക്ക് കാണാൻ കഴിഞ്ഞില്ലെന്ന് സ്വഹാബത്ത് റളിയല്ലാഹു അലൈഹിം പറയാണ്. സുഗന്ധം ഇങ്ങനെ ഡിച്ചു വീശാൻ, വെള്ളം ഒഴിക്കുമ്പോഴേക്കും സുഗന്ധത്തിൽ വെള്ളം ഒഴിച്ച പോലെ അങ്ങനത്തെ ഒരു സുഗന്ധം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കുണ്ടായിരുന്നു. യാ അല്ലാഹ്, ജനങ്ങൾ ഇങ്ങനെ നിസ്കരിക്കാൻ വന്നു. തങ്ങളുടെ മയ്യിത്ത് ആരാ ഇമാമെന്നത്? ആരും ഇമാം എന്നിട്ടില്ലെന്നാണ്. തങ്ങളുടെ മയ്യിത്ത് ആരും ഇമാം നിന്നില്ല. 10 പേരായിട്ട് കുടുംബത്തിലെ അവിടെ തഹ്ലു കഴിച്ച് സ്വഹാബത്ത് ഓരോരുത്തരും ആണുങ്ങളൊക്കെ നിസ്കരിച്ചു. 10 പേര് റൂം ഒറ്റക്കൊറ്റക്ക് നിസ്കരിച്ചു എന്നാ. എന്തെന്ന് വെച്ചാൽ അള്ളാന്റെ ഹബീബിനോട് അവസാനമുള്ള ഒരു യാത്ര പറച്ചിലാണിത്. അവസാനം യാത്ര പറയാൻ. അത് ഡയറക്റ്റ് എനിക്ക് കിട്ടിക്കോട്ടെ, ഒരു ഇമാമിന്റെ ബാക്കെന്ന് വേണ്ട, ഓരോരുത്തർക്കും കിട്ടിക്കോട്ടെ ആ ബന്ധം. ഓരോരുത്തരും ഒറ്റക്കൊറ്റക്കാണ് മയ്യിത്ത് നിസ്കരിച്ചത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെ ആണുങ്ങളൊക്കെ കഴിഞ്ഞു, പെണ്ണുങ്ങൾ നിസ്കരിച്ചു, കുട്ടികൾ നിസ്കരിച്ചു സല്ലല്ലാഹു അലൈഹി വസല്ലം. സുബ്ഹാനല്ലാഹ്. അങ്ങനെയാണ് മഹാനായ അബൂ തൽഹ റളിയല്ലാഹു തആല അൻഹു ഖബർ വെച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതിൽ മറവ് ചെയ്തു സല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ ഉപയോഗിച്ചിരുന്നൊരു പുതപ്പുണ്ടായിരുന്നു. ആ പുതപ്പ് മഹാനായ ശുഖ്റാൻ എന്നവർ നബി തങ്ങളുടെ മൗലയാണ്. അവർ പറഞ്ഞു, ഇത് എന്റെ റസൂലെടുത്ത വസ്ത്രമാണ്, ഇത് വേറെ ഒരാൾ എടുക്കണ്ട എന്ന് പറഞ്ഞ് തങ്ങളുടെ ശരീരത്തോടുകൂടെ ഖബറിൽ ആ വസ്ത്രവും വെച്ചതിന്റെ ശേഷം മറവ് ചെയ്തുകൊണ്ട് തിരിച്ചു പോന്നു. ഫാത്തിമ റളിയല്ലാഹു അൻഹ അനസ് തങ്ങളോട് ചോദിക്കുന്നു, യാ അനസ്, എന്റെ ഉപ്പാനങ്ങളുമായി മണ്ണിൽ വെച്ച് പോന്ന നിങ്ങൾക്ക് എങ്ങനെ ഇതിന് തോന്നി? ഫാത്തിമ റളിയല്ലാഹു അൻഹ ചോദിക്കുകയാണ്, എന്റെ ഉപ്പാനങ്ങളെ എങ്ങനെ മറവ് ചെയ്ത് പോന്നു മണ്ണിൽ? പക്ഷേ ചെയ്യാതിരിക്കാൻ പറ്റുമോ?
അഷ്റഫുൽ ഖൽഖ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളല്ലേ മറവ് ചെയ്യേണ്ടത് പഠിപ്പിച്ചത്. ഹബീബ് അല്ലാഹുവിന്റെ ലിഖായിലേക്ക്, റഫീഖുൽ അലയിലേക്ക് ഈ ഒരു യാത്ര പറച്ചിൽ നിന്ന്, ഹജ്ജിന്റെ തവാഫിൽ നിന്ന്, ആ ഹജ്ജത്തുൽ വിദാഇൽ നിന്ന് തുടങ്ങി അവിടുത്തെ വഫാത്തിലേക്ക് ലോകത്തോട് യാത്ര പറഞ്ഞ അനുഭവങ്ങൾ ഇതാണ്. അതിനേക്കാളും വലിയൊരു മുസീബത്ത് ഉമ്മത്ത് കണ്ടിട്ടില്ല എന്നാണ്. ഇതിനും വലിയൊരു മുസീബത്ത് ഉമ്മത്തിനുണ്ടായില്ല. വഹി അങ്ങോട്ട് നിന്നില്ലേ ആകാശത്തുനിന്ന്. യാ അല്ലാഹ്, ഹബീബിനോട് സ്വർഗത്തിൽ അല്ലാഹു നമ്മെ ഒരുമിച്ച് കൂട്ടിത്തരുമാറാകട്ടെ. ഹബീബായി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കയ്യിൽ നിന്ന് ഹൗദുൽ കൗസർ, ഞാൻ അവിടെ നിങ്ങളെ കാത്തിരിക്കുമെന്നാണ്. അത് വാങ്ങി കുടിക്കാനുള്ള ഭാഗ്യം അല്ലാഹു നൽകുമാറാകട്ടെ. യാ റബ്ബൽ ആലമീൻ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച നമ്മൾ ലീവാണ്. പെരുന്നാളനുബന്ധിച്ച് അടുത്ത ക്ലാസ് ഉണ്ടാവില്ല. അടുത്ത ശനിയാഴ്ച നമ്മൾ അത് കഴിഞ്ഞിട്ടുള്ള 26-ാം തീയതി ശനിയാഴ്ച ആയിരിക്കും ഇൻഷാ അല്ലാഹ് നമ്മൾ ക്ലാസ് ഉണ്ടാവുക. പിന്നെ അറഫയുടെ തിങ്കളാഴ്ച ദിവസം ഇൻഷാ അല്ലാഹ് സാധിക്കുന്ന ആൾക്കാരൊക്കെ പള്ളിയിലേക്ക് എത്തുക, അസ്രസ്കാരത്തിന് നമ്മുടെ പള്ളിയിലേക്ക് എത്തുക. അവിടെ നമുക്ക് ദുആ കാര്യങ്ങളൊക്കെ നിർവഹിക്കാനുണ്ട്. പിന്നെ 24-ാം തീയതി അത് വരുന്ന വ്യാഴാഴ്ച അല്ല, പിറ്റത്തെ വ്യാഴാഴ്ച അല്ലെ, ഇൻഷാ അല്ലാഹ് നമ്മളിവിടെ മരണവും പരലോക ജീവിതവും എന്ന ഒരു വിഷയത്തിൽ ഒരു പ്രഭാഷണം ഇൻഷാ അല്ലാഹ് വ്യാഴാഴ്ച ഇശാനിസ്കാരം കഴിഞ്ഞ ഉടനെ, നമ്മൾ എത്രയെന്ന് പറഞ്ഞിട്ടുണ്ട്, നമുക്ക് 7:45 ഇപ്പം നമുക്ക് 8:30 തുടങ്ങിയത് അല്ലേ? 8:30 മണിക്ക് ഇൻഷാ അല്ലാഹ് നമുക്ക് തുടങ്ങണം. സാധിക്കുന്ന മുഴുവൻ ആളുകളും എത്തണം ഇൻഷാ അല്ലാഹ്. അത് വരുന്ന വ്യാഴാഴ്ചയാണ്. എല്ലാ മാസവും ഇൻഷാ അല്ലാഹ് അങ്ങനെ ഒരു പുതിയ നമ്മളെ ഖുർആൻ ക്ലാസ്സിനോട് അത് അല്ലാത്ത മറ്റു വിഷയങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഒരു ക്ലാസ് എല്ലാ മാസവും നടത്തണം എന്നൊരു തീരുമാനമുണ്ട് ഇൻഷാ അല്ലാഹ്. അല്ലാഹു തആല വിജയിപ്പിക്കുമാറാകട്ടെ. അല്ലാഹു അതൊക്കെ നമ്മെ സ്വീകരിക്കുമാറാകട്ടെ. പിന്നെ ദുആ ഇറക്കാൻ വേണ്ടി പറഞ്ഞു. കുറച്ച് നേരം നീണ്ടുപോയിട്ടുണ്ട്, ക്ഷമിക്കണം ഇൻഷാ അല്ലാഹ്. നമ്മൾ അടുത്ത ആഴ്ച ഇല്ലല്ലോ എന്ന് വിചാരിച്ചാണ്. സോറി, നേരെ തിരക്കുള്ള ആൾക്കാർ പോയിക്കോളൂ, സാരമില്ല. ഇൻഷാ അല്ലാഹ് നമ്മൾ ദുആയിലൊക്കെ ഉൾപ്പെടുത്തും. ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളവരുണ്ടാവുകയാണ്, ക്ഷമിക്കണം. പിന്നെ അറഫയുടെ നോമ്പ് നോക്കാൻ മറക്കരുത് ഇൻഷാ അല്ലാഹ്. തിങ്കളാഴ്ച ദിവസമാണ്. ഉമ്മ 2 കിഡ്നിയും തകരാറിലായി ഡയാലിസിസ് നടത്തേണ്ട അവസ്ഥയിലാണ്. യാ അല്ലാഹ്, ഉമ്മക്ക് അല്ലാഹു ശിഫ നൽകുമാറാകട്ടെ. സല്ലല്ലാഹു അലൈഹി റബ്ബൽ അർശിൽ അലീം യശ്ഫിഹ ജമീഅ. അല്ലാഹു അവർക്ക് ശിഫ നൽകുമാറാകട്ടെ.